അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജെയിംസ് സാമുവൽ അവറുകളാണ്. ഉത്തർപ്രദേശിൽ ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന് വേണ്ടി ശക്തമായി ഈ കാലയളവിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകീർത്തിനായി, കുടുംബത്തിനായി ഞാൻ ദൈവ സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് വെല്ലുവിളികളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവകീർത്തൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു സാക്ഷ്യം ഇന്ന് നമുക്ക് കേൾക്കാൻ പോവുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളിത്തം വഹിക്കാവുന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജെയിംസ് സാമുവൽ അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് സമയം വേർതിരിച്ചു കൊള്ളും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അരോമ ടിവിയോടുള്ള ബന്ധത്തിൽ എന്റെ സാക്ഷ്യവുമായി കടന്നു വരുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു അവസരത്തെ ഒരുക്കി തന്ന അരോമ ടിവിയോടുള്ള നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. എന്റെ പേര് ജെയിംസ് സാമുവൽ എന്നാണ്. എനിക്ക് ഭാര്യയുടെ പേര് മിനി ജെയിംസ്. എനിക്ക് 2 മക്കളാണ്, അക്സ ജെയിംസ്, മോന്റെ പേര് അലക്സാണ്ടർ ജെയിംസ്. ഞങ്ങൾ കുടുംബമായിട്ട് ഉത്തർപ്രദേശിൽ ലക്നോ, ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നോ സിറ്റിയിലെ കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ഇന്ന് ഇപ്രകാരം എന്റെ സാക്ഷ്യത്തെ ഈ അരോമ ടിവിയിലൂടെ പ്രക്ഷേപണം ചെയ്യുവാൻ തക്കവണ്ണം ഒരവസരമുണ്ടായല്ലോ. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകരെയും എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ പാതകളിൽ ദൈവം കൂടെ ഇരുന്ന വഴികളെ കുറിച്ച് ഞാൻ അല്പമായി നിങ്ങളോടുകൂടി ഷെയർ ചെയ്യുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ തിരുവല്ലയിൽ അടുത്ത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ, കർത്താവിനെ ഭയപ്പെടുന്ന ഒരു കുടുംബത്തിൽ എനിക്ക് ജനിച്ചു വളർത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവസരം തന്നു. അത് മുഖാന്തരമായിട്ട് എൻ്റെ 14-ാമത്തെ വയസ്സിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയുണ്ടായി. എൻ്റെ മാതാവ് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസി ആണ്. അത് മുഖാന്തരമായിട്ട് എനിക്ക് സൺഡേ സ്കൂളുകളിൽ റെഗുലറായിട്ട് പോകുവാൻ തക്കോണം ഇടയായി തീർന്നു. എനിക്ക് 3 സഹോദരികളും 2 സഹോദരങ്ങളുമായിരുന്നു. അതിലെ മൂത്ത സഹോദരൻ കഴിഞ്ഞ 6 വർഷത്തിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. പിതാവ് മരണപ്പെട്ടു. ബാക്കി ഞങ്ങൾ സഹോദരങ്ങളുണ്ട്. കർത്താവ് ഇത്രത്തോളം നടത്തി. ഞാൻ പറഞ്ഞതുപോലെ 14-ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ സ്വീകരിക്കുകയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനുള്ള ഒരു വാഞ്ചയും അന്ന് തന്നെ എനിക്കുണ്ടായി. കാരണം കർത്താവിന്റെ വചനം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസികളുടെയും ദൗത്യമാണ്. അത് നാം ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ് എന്ന് അന്ന് ഞങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സും സഭ നടത്തിക്കൊണ്ടിരുന്ന പാസ്റ്ററും ഞങ്ങളോട് കൂടെ പറയുകയുണ്ടായി. അങ്ങനെ ചെറുപ്പക്കാരായി ചില നല്ല കൂട്ടുകാർ ഞങ്ങൾ ചേർന്ന് ഒരു തീരുമാനമെടുത്തു, നമുക്ക് സുവിശേഷ വേല ചെയ്യണമെന്ന്. അങ്ങനെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞങ്ങളുടെ ലോക്കൽ പാസ്റ്റർ തന്നെ ഒരു ബൈബിൾ സ്കൂളിലേക്ക് എന്നെ അഡ്മിഷൻ എടുത്ത് കൊണ്ടുപോകാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ ബൈബിൾ കോളേജ് പഠനം ആരംഭിച്ചു. അവിടെ വെച്ച് ഞാൻ പിന്നെ സ്നാനപ്പെട്ടു, കർത്താവിനെ വെള്ളത്തിൽ സാക്ഷീകരിച്ചു. അതിനുശേഷം ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആ സമയത്ത് അനേക ദൈവദാസന്മാർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന് മിഷണറി ചലഞ്ചുകൾ നടത്താറുണ്ടായിരുന്നു.
കർത്താവിനെ സുവിശേഷീകരണം ഇതുവരെയും എത്തപ്പെടാത്ത ഗ്രാമങ്ങളിൽ, പ്രദേശങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് അതിമഹത്വമായ ദൗത്യമാണ് എന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ബൈബിൾ സ്കൂൾ അധികാരികൾ ഓരോ സമയത്തും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ദൈവദാസന്മാരെ ക്ഷണിക്കുകയും അവരെ ചാപ്പലിൽ ഞങ്ങളോട് സംസാരിക്കുന്നതിന് അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തു. അങ്ങനെ പഞ്ചാബിൽ നിന്ന് കടന്നു വന്ന ഒരു ദൈവദാസൻ അവിടെയുള്ള ആവശ്യകത, സുവിശേഷീകരണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുകയും അങ്ങനെ അതിനുശേഷം അദ്ദേഹം ചെയ്ത വോട്ടർ കോളിൽ ലാസ്റ്റില് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരൊക്കെ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു? ഏകദേശം 120 പേരാണ്, വിദ്യാർത്ഥികളാണ് അന്ന് ഞങ്ങൾ ആ ബൈബിൾ കോളേജിൽ പഠിച്ചിരുന്നത്. ഞാൻ ആദ്യം തന്നെ ചാടി എഴുന്നേറ്റു. ആ കോളേജിൽ ഏറ്റവും ചെറുതും പ്രായം കുറവും വലുപ്പത്തിൽ കുറവുമുള്ളത് ഞാനായിരുന്നു. എന്നാൽ ഞാനാണ് ആദ്യം എഴുന്നേറ്റത്. എന്നെ തന്നെ സമർപ്പിച്ചു. അതിനുശേഷം അനേക സഹോദരി സഹോദരന്മാർ എഴുന്നേറ്റ് സമർപ്പിച്ചു. അങ്ങനെ എൻ്റെ സമർപ്പണവും എൻ്റെ ദൈവവിളിയും ആയതുകൊണ്ടായിരുന്നേക്കാം ആ 120 വിദ്യാർത്ഥികളിൽ ഏറ്റവും ആദ്യം നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുവാൻ എനിക്ക് അവസരം ദൈവം ഒരുക്കി. അങ്ങനെ വീണ്ടും ബൈബിൾ പഠനത്തിനോടുള്ളനുബന്ധിച്ച് ഞാൻ പഞ്ചാബ് പത്താൻകോട്ടിലേക്ക് കടന്നു വന്നു. അവിടെ ഹിന്ദി മീഡിയത്തിൽ കർത്താവിന്റെ പഠനം ആരംഭിക്കുകയുണ്ടായി. എന്നാൽ അതിനിടയിൽ വളരെ വലിയ സംഭവങ്ങൾ ഉണ്ടായി. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ബൈബിൾ കോളേജിലേക്ക് കടന്നുപോയത്. എൻ്റെ ആ യാത്രകളും എൻ്റെ ആ ജീവിത പരിധിയും ഒക്കെയും ഭവനവും ബൈബിൾ സ്കൂളുമായിട്ട് വലിയ ദൂരമൊന്നുമില്ല. അതുകൊണ്ട് ബസ്സിലുള്ള യാത്ര ഇല്ലെങ്കിൽ മറ്റ് ലോക്കൽ യാത്രകൾ മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. ഒരിക്കൽ പോലും ഒരു നീണ്ട യാത്രയ്ക്ക് ട്രെയിനിൽ കയറുകയോ ട്രെയിൻ കാണാൻ പോലും അന്നുവരെ അവസരം എനിക്ക് ലഭിച്ചിരുന്നില്ല. അങ്ങനെ എന്നാൽ ഞാൻ എൻ്റെ ഭവനത്തിൽ മടങ്ങി വന്ന് എന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് കർത്താവ് വിളിച്ചിരിക്കുന്നു, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. സ്ഥലമൊക്കെയും പറഞ്ഞു. ഞാൻ പോകേണ്ടെന്ന് ബൈബിൾ കോളേജിന്റെ അഡ്രസ്സ് കാണിച്ചു. അതിന് പ്രകാരം എനിക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നു. അങ്ങനെ പോകേണ്ട സമയമായപ്പോൾ ഞാൻ ഒരു നല്ല പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ പാസ്റ്റർ ചർച്ചിൽ നിന്ന് വീട്ടിൽ വന്ന് നടത്തി അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ ട്രെയിൻ കയറുകയാണ്. തിരുവല്ലയിൽ നിന്നും ഹിമസാഗർ എന്ന ട്രെയിനിലേക്ക് കയറി പത്താൻകോട്ടിലേക്ക് പോകുവാൻ തക്കോണം ട്രെയിനിൽ കയറി കഴിഞ്ഞ് കുറെ നേരം വീട്ടുകാരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ വിട്ടു പിരിഞ്ഞതിന്റെ വളരെ ദുഃഖവും പ്രയാസവും ഉണ്ട്. ഞാൻ അങ്ങനെ മൗനമായി ഇരുന്നു. അതിനുശേഷം അടുത്തുള്ള ചിലരോട് സംസാരിക്കുവാൻ തുടങ്ങി. അവരെന്നോട് ചോദിച്ചു എവിടെ പോവുകയാണ്? ഞാൻ പറഞ്ഞു ഇന്നുമല്ല പട്ടാൻകോടാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് 4 ദിവസം എടുക്കുമല്ലോ അങ്ങ് ചെല്ലാൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് വളരെ അതിശയകരമായി തോന്നിയത്. അന്നേരം വരെയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് 3 മണിക്കൂർ കൊണ്ട് ഞാൻ എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തിച്ചേരുമെന്നായിരുന്നു എൻ്റെ വിചാരം. അങ്ങനെ 4 ദിവസം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനാകപ്പാടെ പ്രയാസമായി, ബുദ്ധിമുട്ടായി. ഞാൻ ഒറ്റയ്ക്ക് ഇതെങ്ങനെ ചെന്നു ചേരും? അതിനോടൊപ്പം തന്നെ വളരെ പ്രയാസകരമായ രീതിയിൽ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുകയുണ്ടായി. ഈ 4 ദിവസം കൊണ്ട് മാത്രമേ ഞാൻ എത്തേണ്ടുന്ന ഇടത്ത് ചെല്ലുകയുള്ളൂ എന്ന്. എന്നാൽ എൻ്റെ അടുത്തിരുന്ന മറ്റ് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവർ വന്ന് എന്നോട് സംസാരിച്ചു. അവരെന്നോട് ചോദിച്ചു എന്തിനു പോവുകയാണ്, എവിടെ പോവുകയാണ്? ഞാനപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും ഞാൻ പോകുന്നതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും ഒക്കെയും അവരോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിലൊരു സഹോദരൻ പറഞ്ഞു, ഞങ്ങൾ അതിനേക്കാൾ ദൂരയിലേക്കാണ് പോകുന്നത്, ജമ്മു കാശ്മീരിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ ഒരു സുവിശേഷ ടീമായിട്ട് വേലയ്ക്ക് വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടായി. ഞാൻ നോക്കിയപ്പോൾ 8 ബർത്തില് ആ 8 പേരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട സുവിശേഷകരായിരുന്നു എൻ്റെ കൂടെ അന്ന് പോയിരുന്നത്. ആ ടീം എനിക്കൊരു വളരെ അനുഗ്രഹമായി തീർന്നു. അതുകൊണ്ട്
ആ 4 ദിവസം ഞങ്ങള് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വളരെ ഒരു സുശേഷ അന്തരീക്ഷത്തോടു കൂടി ആ 4 ദിവസം എങ്ങനെ കടന്നു പോയെന്ന് പോലും അറിയാതെ ഞാൻ തക്ക സമയത്ത് പത്താൻകോട് ചെല്ലുവാൻ തക്കോണം ഇടയായി തീർന്നു. അതിൻ്റെ ഇടയിൽ മറ്റൊരു ബോഗിയിൽ നിന്ന് ഒരു സഹോദരനെ കാണുവാൻ തക്കോണം ഇടയായി തീർന്നു. അദ്ദേഹവും ഞാൻ പോകുന്ന അതേ സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ട് അദ്ദേഹത്തോട് ചേർന്ന് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ആ യാത്ര വളരെ അനുഗ്രഹീതമായി ഞാൻ എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. എന്നാൽ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞ് ബേഡ് സ്കൂളിൽ അഡ്മിഷനൊക്കെ ആയി ക്ലാസ്സുകൾ ആരംഭിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമുക്കറിയാം, കേരളത്തിൽ നമ്മുടെ ക്ലൈമറ്റുകള്, നമ്മുടെ ഭക്ഷണ രീതികള് ഇതൊക്കെയും വളരെ വ്യത്യസ്തമാണ്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം 3 നേരവും റൊട്ടി കഴിക്കണം, ദാല് സബ്ജി, അങ്ങനെ വളരെ പരിമിതപരമായ, ഇല്ലെങ്കിൽ ഒരു മലയാളിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു ആഹാര രീതി ആയിരുന്നില്ല. രണ്ടാമത് വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയായിരുന്നു. തണുപ്പും ചൂടും, അങ്ങനെ നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തൊരു കാലാവസ്ഥയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി. ഈ ആഹാരത്തിന്റെ പ്രശ്നം, കാലാവസ്ഥയുടെ പ്രശ്നം, ഒരാഴ്ച കൊണ്ട് ഞാനൊരു വലിയ രോഗിയായി മാറി. ക്ലാസ്സിൽ പോകുവാൻ കഴിയാതെ ഞാന് ബെഡിൽ തന്നെയായി. എൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാവരും തന്നെ പഞ്ചാബികളും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന്, ഒറീസ, മഹാരാഷ്ട്ര എന്നീ സ്റ്റേറ്റുകളിൽ നിന്ന് കടന്നു വന്നവരാണ്. ശരിയായ ഭാഷ നമുക്കറിയില്ല, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്നില്ല എനിക്ക് എന്താണ് പറ്റിയെന്നുള്ളത്. എന്നാൽ രോഗിയായി ഞാൻ ആ ബെഡിൽ കിടക്കുകയാണ്. അങ്ങനെ ഒരാഴ്ച കാലത്തോളം കിടന്നു. ഒരാഹാരം കഴിക്കുവാനോ എഴുന്നേറ്റ് ക്ലാസ്സിൽ പോകുവാനോ ഒരു കാര്യത്തിനും ഒന്നും സാധിക്കാത്ത ഒരു അനുഭവത്തിലേക്ക് കടന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇങ്ങനെ രോഗിയായി ഈ അന്യദേശത്ത് വന്ന് കിടക്കുവാനാണോ എന്നെ വിളിച്ചത്? എന്നെ വാസ്തവമായി നോർത്ത് ഇന്ത്യയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യചിഹ്നം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഇന്ന് രാത്രി എനിക്ക് സൗഖ്യം തരണം, ഇല്ലെങ്കിൽ നാളെ ഞാൻ കള്ള ട്രെയിൻ ആണേലും കയറി ഞാൻ മടങ്ങിപ്പോകും. എനിക്ക് ഇങ്ങനെ രോഗിയായി അന്യദേശത്ത് വന്ന് കിടക്കുവാൻ കഴിയുകയില്ല. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. എന്നാൽ ഒരു ഏകദേശം 4 മണി വെളുപ്പിന് എൻ്റെ അരുമനാഥനായ ക്രിസ്തു എൻ്റെ ബെഡിന്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് എന്നെ തൊടുന്നതായി എനിക്ക് വ്യക്തമായി കാണുവാൻ തക്കോണം സാധിച്ചു. അങ്ങനെ കർത്താവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായി ആ രോഗത്തിൽ നിന്ന് വിമുക്തനായി. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എൻ്റെ ദേഹം മുഴുവൻ വിയർക്കുവാൻ തുടങ്ങി. ഞാൻ അന്നേരത്തേക്കിന് ഓടി ബാത്റൂമിലേക്ക് പോയി കുളിച്ചു, റെഡിയായി. 5 മണിക്കാണ് ഞങ്ങളുടെ ഡിവോഷൻ ആരംഭിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഞാൻ തയ്യാറായി അവിടെ പ്രാർത്ഥനാ റൂമിലേക്ക് കടന്നു ചെന്നു. അവിടെ 5 മണിയായപ്പോൾ മറ്റു വിദ്യാർത്ഥികൾ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നപ്പോൾ ഞാൻ മുട്ടുമേൽ നിന്ന് ദൈവത്തിന് വളരെ ഉച്ചത്തിൽ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്തത് കണ്ടുകൊണ്ട് അവര് എന്നോട് ആംഗ്യ ഭാഷയിൽ ചോദിച്ചു, എന്തു പറ്റി? കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് നിനക്ക് ബെഡിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള രോഗാവസ്ഥയിൽ കിടന്ന നിനക്ക് ഇന്ന് എപ്പോൾ, എങ്ങനെ, എന്ത് സംഭവിച്ചു ഈ രാത്രിയിൽ? ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുത്ത് വന്നു, എന്നെ സൗഖ്യമാക്കി. അങ്ങനെ ഞാൻ ഇന്ന് പൂർണ്ണ സൗഖ്യമുള്ളവനായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവര് ഫുഡ് കൊണ്ടുവന്ന് എൻ്റെ ബെഡിന്റെ അടുത്ത് വെക്കും. എനിക്ക് കഴിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ കുറെ നേരം കഴിയുമ്പോൾ അവരെടുത്തോണ്ട് പോകും. അങ്ങനെ ഒരാഴ്ച ഭക്ഷണം പോലും കഴിക്കാതിരുന്ന രോഗാവസ്ഥയിലായിരുന്ന ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ അന്ന് രാവിലെ കാലം ദൈവത്തെ ആരാധിക്കുന്നത് എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു അതിശയവും അത്ഭുതകരവുമായി എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. അതെന്റെ രോഗസൗഖ്യം മാത്രമായിരുന്നില്ല, അതെന്റെ ഒരു നോർത്ത് ഇന്ത്യൻ സുവിശേഷ വേലയ്ക്കുള്ള ഒരു വിളിയുടെ ഉറപ്പുകൂടിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കാരണം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത് അതാണ്, എന്നെ സൗഖ്യമാക്കുന്നില്ലെങ്കിൽ ഞാൻ
ഇവിടം വിട്ടു പോകും. അപ്പോൾ കർത്താവ് എന്നോട് സൗഖ്യവും തന്നു. എനിക്ക് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യുക എന്നുള്ള കോളിങ്ങിന്റെ ഒരു കൺഫർമേഷനും കൂടെ ദൈവം എനിക്ക് അന്ന് തരികയുണ്ടായി. ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തതയുണ്ടാക്കി. അന്നു മുതൽ പിന്നെ ഞാൻ പൂർണ്ണമായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ വേദപഠനം പൂർത്തിയാക്കി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചു. അങ്ങനെ പഞ്ചാബിന്റെ അനേക ഗ്രാമങ്ങളിലേക്ക് എൻ്റെ സുവിശേഷ വേല ആരംഭിക്കുവാൻ പഠനത്തിന് ശേഷം പാസ്റ്റർ ജേക്കബ് ജോൺ IPCയുടെ മുമ്പ് പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തോട് ചേർന്ന് അനേക ഗ്രാമങ്ങളിലും പത്താൻകോട്ടിന്റെ ഡിസ്ട്രിക്റ്റിന്റെ അനേക ഇടങ്ങളിൽ, അതുമാത്രമല്ല പഞ്ചാബ് ഗുരുദാസ്പൂരിലെ, അമൃത്സറിലെ, ബട്ടിണ്ട ഇങ്ങനെയുള്ള അനേക ഡിസ്ട്രിക്റ്റുകളിൽ കടന്നുപോയി കർത്താവിന്റെ വേല തുടങ്ങുവാൻ തക്കോണം ദൈവം എനിക്കിടയാക്കി. അങ്ങനെ അനേക ദൈവദാസന്മാരോടുകൂടി ചേർന്ന് ആ ഇടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുവാനും അനേക പഞ്ചാബികളെ കർത്താവിലേക്ക് നടത്തുവാനും ഭാഷ അധികം അന്ന് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ തന്നെയും ദൈവം തന്ന ഒരു വലിയ കൃപയ്ക്കനുസരിച്ച് ശുശ്രൂഷ വളരെ വിപുലമായി പോകുവാൻ തക്കോണം ദൈവം ഇടയാക്കി തന്നു. അതിനുശേഷം ഞാൻ വീണ്ടും കുറച്ചുകൂടെ അനുഭവങ്ങൾ ഉണ്ടാകണം, കുറച്ചുകൂടെ സുവിശേഷ വേലയ്ക്ക് സമർപ്പണം ഉണ്ടാകണം എന്ന് വിചാരിച്ച് ഞാൻ ഡൽഹിയിലേക്ക് കടന്നു വന്നു. പോക്കറ്റ് ടെസ്റ്റ്മെന്റ് ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, PTL, ഡോക്ടർ PC അലക്സാണ്ടർ നടത്തുന്ന ആ സംഘടനയിൽ ഞാൻ ജോയിൻ ചെയ്തു. അത് OM പോലെ തന്നെയുള്ള ഒരു സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ്. അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് അവർ നമുക്ക് ലിറ്ററേച്ചറുകൾ മാത്രം തരും. ഗോസ്പൽ പാക്കറ്റുകളെ, ന്യൂ ടെസ്റ്റ്മെന്റുകളെ, ബൈബിളുകളെ ടീമായി വേർതിരിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മളെ അയക്കും. അങ്ങനെ കടന്നുപോയി അവിടെ സുവിശേഷ പ്രതികൾ വിൽക്കുക, ന്യൂ ടെസ്റ്റ്മെന്റുകൾ വിൽക്കുക. അതിനുശേഷം ആ പൈസ കൊണ്ടാണ് നമ്മുടെ ടീമിന്റെയും നമ്മുടെയും ചെലവുകളൊക്കെയും കഴിയുന്നത്. അത് പൂർണ്ണമായി കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടുന്ന ഒരു പുതിയ അനുഭവമായിരുന്നു. ആ ഒരു 2.5 വർഷക്കാലത്തോളം ഞാൻ ആ ടീമിൽ പ്രവർത്തിക്കുകയുണ്ടായി. 6 മാസത്തിന് ശേഷം ഒരു ടീമിന്റെ ലീഡറായി എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അങ്ങനെ ഒരു ടീമുമായിട്ട് ഞാൻ പലയിടങ്ങളിൽ, അന്ന് നോർത്ത് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ പോകുവാൻ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മുവിലെ, UPയിലെ, മധ്യപ്രദേശിലെ, അങ്ങനെ അനേക സ്റ്റേറ്റുകളിൽ ഈ ടീമുമായിട്ട് കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള അവസരത്തെ ഉണ്ടാക്കി. ആ ഒരു 2.5 വർഷക്കാലം എന്നെ ദൈവം കുറച്ചുകൂടെ മെനയുകയായിരുന്നു, എന്നെ ഒരുക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. കാരണം ഞങ്ങളുടെ ടീമിൽ കടന്നു വരുന്ന മിക്ക കൂട്ടു സഹോദരങ്ങളും ഭാഷ അധികം അറിയാത്തവരാണ്. നാട്ടിൽ നിന്ന് ബൈബിൾ കോളേജിന്റെ ഇടക്കാല സമയത്ത് പ്രാക്ടിക്കലായിട്ട് വരുന്നവരാണ്. ഭാഷയൊന്നും തന്നെ അറിയത്തില്ല, വേറെ യാതൊരു വിധമായ മാർഗങ്ങളില്ല. അതുകൊണ്ട് പല ദിവസങ്ങളിലും ഈ ഗോസ്പൽ പാക്കറ്റുകളോ ബൈബിൾ ലിറ്ററേച്ചറുകളോ വിൽക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത് കൊണ്ട് അത് മിക്ക ദിവസങ്ങളിലും പട്ടിണിയായി പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പട്ടിണിയുടെ അവസ്ഥയിലായി കഴിയുന്ന സമയത്തും ദൈവം നടത്തുന്ന വിധങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. എന്നാല് ആ സമയത്ത് പട്ടിണിയെന്ന് മാത്രമല്ല, സുവിശേഷ വിരോധം ഇന്നുള്ളതുപോലെ പോലീസിന്റെയോ ജയിലറകളിലേക്കോ അല്ലെങ്കിൽ തന്നെയും ധാരാളം ഉപദ്രവങ്ങൾ, ദേഹോപദ്രവങ്ങൾ ചെയ്യുകയും ഞങ്ങളെ പല സ്ഥലങ്ങളിൽ നിന്നും ആട്ടിപ്പായിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളില് ഞങ്ങളെ മാറി മാറി ഒരു ദിവസം തന്നെ പോകേണ്ട സമയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും ദൈവം കൂടെയിരുന്നു. ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഹരിയാനയിൽ കർത്താവിന്റെ വേലയിലായിരുന്നപ്പോൾ കിലോമീറ്ററുകൾ നടന്നു വേണം കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് പോകുന്നത്. 2 ഷോൾഡറുകളിലും ബാഗുകൾ നിറച്ച് ലിറ്ററേച്ചർ നിറച്ചുകൊണ്ട് ഓരോ ഭവനങ്ങളിലും കയറി ഇറങ്ങി അന്ന് ടീമിലെ മെമ്പേഴ്സിനോട് പറയുന്നത്, അവരോട് ചെന്ന് പറയുക, അച്ഛാ കിതാബ് ഹേ, प्रभु के बारे में है, परमेश्वर के बारे में है,
പഠ लीजिए കം പൈസ മേ മിലേഗ. ഇങ്ങനെയുള്ള ചില ചെറിയ ഹിന്ദി വാക്കുകള് ടീമിലുള്ളവരെ പഠിപ്പിച്ച് അവരെ കൊണ്ട് ഈ ഡോർ ടു ഡോർ കടന്നുപോയി, കിലോമീറ്ററുകൾ നടന്നുപോയി ഈ സുവിശേഷ പ്രതികൾ വിൽക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അങ്ങനെ പല ഇടങ്ങളിൽ കടന്നു പോകുമ്പോൾ പലർക്കും ഇന്നുള്ളതുപോലെ ഇന്നും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ വിദ്യാഭ്യാസത്തിന്റെ അളവ് വളരെ കുറവാണ്. അന്ന് അധികം തീരെ ഇല്ലായിരുന്ന സമയം ആയതുകൊണ്ട് മുക്കാൽ പ്ലേസുകളിലും നമുക്ക് നല്ലൊരു റെസ്പോണ്ടോ നല്ലൊരു സ്വീകരണമോ ലഭിക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും പട്ടിണിയും അതോടൊപ്പം തന്നെ ദേഹോപദ്രവവുമായി കടന്നുപോയി. അങ്ങനെ ജീവിതത്തിന്റെ വളരെ കഷ്ടതയുടെ അനുഭവത്തിലൂടെ ആ സമയങ്ങൾ, അത് കഷ്ടത എന്ന് പറയാൻ ഇന്ന് കഴിയില്ല, ദൈവം മെനയുകയായിരുന്നു, ദൈവം ഒരുക്കുകയായിരുന്നു എന്ന് ഇന്ന് അത് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. ഡിസംബർ ജനുവരി മാസത്തെ കൊടും തണുപ്പില് ഒരു ചപ്പല് മാത്രം ഇട്ടുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു സെറ്റർ മാത്രം ഇട്ടുകൊണ്ട് പോകേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് എടുത്ത ഒരു തീരുമാനം, എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആരുടെയും മുന്നിൽ കൈനീട്ടത്തില്ല. ഈവൻ എന്റെ ഭവനക്കാരോട് പോലും പൈസ ചോദിക്കില്ല. ദൈവം നടത്തും, ദൈവം നടത്തണം എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് എന്ത് കഷ്ടത വന്നാലും കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ഒരാവശ്യത്തിനും ഒരാളുടെ മുന്നിൽ ഇന്നുവരെയും അങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞ് ഇല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. ദൈവം അത്ഭുതകരമായിട്ട് നടത്തിക്കൊണ്ടിരുന്നു, നടത്തുന്നു, ഇപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ വളരെ തണുപ്പിന്റെ പ്രയാസങ്ങൾ ഉണ്ടായി. നമുക്ക് പര്യാപ്തമായ വസ്ത്രങ്ങളില്ലാത്ത കാരണത്താല് അങ്ങനെ കഷ്ടതകൾ ഏറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ആവശ്യമാകുന്ന പ്രാക്ടീസുകളൊക്കെയും കിട്ടി. അതുകൊണ്ട് ഇനി നമുക്ക് മടങ്ങി കേരളത്തിൽ കടന്നുപോയി ഏതെങ്കിലും ഒരു സംഘടനയോടുകൂടെ ചേർന്ന് ഒരു സഭാ ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യാം. ഞാൻ അങ്ങനെ എൻ്റെ ആവശ്യവുമായി എൻ്റെ ലീഡറിന്റെ അടുത്ത് പോയി ഡൽഹിയിലെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നപോലെ ഞാൻ മടങ്ങി പോവുകയാണ്, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ്, ഇനി കൂടുതൽ കഷ്ടതയിലൂടെ കടന്നു പോകുവാൻ ഈ ചെറുപ്രായത്തിൽ ഇനി എനിക്ക് അതിനുള്ള ശക്തിയില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ആയിരുന്നില്ലല്ലോ വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞത് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പൂർണ്ണ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചല്ലോ, അതിനുവേണ്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറ്റി? എന്നെ കഴിവതും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം വളരെയധികം അദ്ദേഹം ശ്രമിച്ചു. എങ്കിൽ തന്നെയും എന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. കാരണം ഒരു സെറ്റർ ഇല്ലാതെ, ഒരു തണുപ്പിനൊരു ഷൂ ഇടാതെ, ഇല്ലെങ്കിൽ ഇത്രമാത്രം പട്ടിണിയുടെയും ഇത്രമാത്രം കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടുന്ന അനുഭവത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അനുഭവത്തിൽ ഇല്ല, ഇനിയും പറ്റില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു ടിക്കറ്റ് എടുത്തു തരണം, ഞാൻ കേരളത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എനിക്കൊരു ടിക്കറ്റ് എടുത്തു തന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം കേരളത്തിലേക്ക് പോകുവാനുള്ള ദിവസമായപ്പോൾ ഞാൻ എൻ്റെ ലീഡറിനോട് പറഞ്ഞു, എൻ്റെ ഒരു സിസ്റ്റർ ഡൽഹിയിലെ നേഴ്സാണ്, ഞാൻ എൻ്റെ സിസ്റ്റർ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ഞാൻ നാളെ ട്രെയിൻ കയറി കേരളത്തിലേക്ക് പോയിക്കൊള്ളാം, എനിക്ക് അതുകൊണ്ട് ഇന്ന് എന്നെ ഫ്രീ ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ച് എന്നെ വിട്ടു. ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ബാഗും തുണികളും ഒക്കെ എടുത്ത് എൻ്റെ സിസ്റ്ററിന്റെ അടുത്ത് ചെന്നു. വളരെ അനുഗ്രഹീതമായ ഒരു രാത്രികാലം ആഹാരം കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, കിടന്നു. എന്നാൽ ഒരു മണി ആയപ്പോഴേക്കും എൻ്റെ ശരീരമാകെ വിറയ്ക്കുവാൻ തുടങ്ങി. ഒരു വലിയ പനി വന്നു, വലിയ ഒരു അസ്വസ്ഥതയിലേക്ക് പോയി. ഞാൻ പെട്ടെന്ന് എൻ്റെ സിസ്റ്ററെ വിളിച്ചു, എനിക്ക് സുഖമില്ല എന്ന് തോന്നുന്നു, എന്തെങ്കിലും ചെയ്യാന്ന്. എനിക്ക് മരുന്നുകൾ തന്നു, ഇഞ്ചക്ഷൻ തന്നു, എന്നിട്ടൊന്നും കുറയാതിരുന്നപ്പോൾ രാവിലെ 4 മണിയായപ്പോൾ എന്നെ രണ്ടുപേരെ വിളിച്ചുകൊണ്ട് എൻ്റെ സിസ്റ്റർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർമാർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതെന്തോ പറ്റി, എൻ്റെ പനി കുറയുന്നില്ല, എൻ്റെ വിറയൽ മാറുന്നില്ല, എൻ്റെ ശരീരമാസകലം ഭയങ്കരമായി അതിവേദനയാൽ ഭാരപ്പെടുകയാണ്. ആവശ്യമാകുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്തു.
ഞാൻ ചുരുക്കത്തിൽ പറയട്ടെ, ആ ട്രീറ്റ്മെന്റ് ഏകദേശം 3 മാസക്കാലത്തോളം ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാൻ കിടക്കുകയുണ്ടായി. അതിനുശേഷം 3 മാസത്തിന് ശേഷം ആണ് എനിക്ക് യോനയെ പോലെ വീണ്ടും വിചാരമുണ്ടായത്. കർത്താവിന്റെ വേല, സുവിശേഷ വേല ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വിട്ടിട്ട് മടങ്ങിപ്പോകുവാനാണല്ലോ ഞാൻ തീരുമാനിച്ചത്. ഞാൻ അന്ന് രാത്രി എന്നെ ഓർമ്മപ്പെടുത്തിയ ആ ഓർമ്മകൾ ദൈവസന്നിധിയിൽ വീണ്ടും ഞാൻ ആ ഹോസ്പിറ്റലിന്റെ ബെഡിൽ നിന്ന് താഴെ ഇറങ്ങി മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ്, ഇങ്ങനെ ഒരു സമയത്ത് മുമ്പ് പട്ടാൻകോട് ആയിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതാണ് എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി. അന്ന് എനിക്ക് കൺഫർമേഷൻ തന്നതാണ്. എന്നാൽ ഇന്ന് ഞാൻ യോനയെ പോലെ തെറ്റിപ്പോയി, ഞാൻ ഭയപ്പെട്ടു പോയി. എനിക്ക് എൻ്റെ കഷ്ടതകൾ അങ്ങയേക്കാൾ കൂടുതൽ എൻ്റെ മുന്നിൽ വന്നുപോയി, എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ട് എനിക്ക് സൗഖ്യം ആവശ്യമാണ്. ഞാൻ വീണ്ടും എൻ്റെ ലൈഫിനെ, എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അതെന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് ആയി, രണ്ടാമത്തെ ഒരു വലിയ ദൈവകൃപയുടെ അനുഭവമായി. അതുപോലെ തന്നെ അന്ന് പത്താൻകോട് ഉണ്ടായ, ബൈബിൾ സ്കൂളിൽ വെച്ചുണ്ടായ അതേ അനുഭവം പോലെ തന്നെ ദൈവം വീണ്ടും കടന്നു വന്നു. കർത്താവിനെ കടന്നു വന്ന് എന്നെ സൗഖ്യമാക്കി. എനിക്ക് പിറ്റേ ദിവസം വളരെ സൗഖ്യമുള്ളവനായി ഞാൻ തന്നെ ഡോക്ടറിന്റെ അടുത്ത് പോയി, എനിക്ക് ഡിസ്ചാർജ് വേണം. അദ്ദേഹം പറഞ്ഞു, ഇത്രയും മാസമായിട്ട് നീ രോഗിയാണ്, ഇന്ന് വരെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നിന്റെ യഥാർത്ഥ രോഗം എന്തെന്ന്. പലതും ടെസ്റ്റ് ചെയ്യാൻ അയച്ചിട്ടേ ഉള്ളൂ, ഇതുവരെ അതിന്റെ മറുപടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് സൗഖ്യമായി, എനിക്ക് എൻ്റെ പനി വിട്ടുമാറി, എനിക്ക് അല്പം ദേഹവേദന അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല, എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്റർ ഭവനത്തിൽ വന്നിട്ട് സിസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എന്നെ അനുവദിക്കണം. ഞാൻ കേരളത്തിൽ പോകുന്നില്ല. ഞാൻ അവസാനമായി ടീം വർക്ക് ചെയ്തത് ചണ്ഡീഗഡിലായിരുന്നു. പാസ്റ്റർ ജോണുമൻ എന്ന് പറയുന്ന IPCയിലെ സെൻട്രൽ പാസ്റ്ററായി വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചാണ് ടീം വർക്ക് അവസാനമായി ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം അന്ന് പോരുന്ന സമയത്ത് എന്നോട് ഒരു വാക്ക് പറയുകയുണ്ടായി, എന്നെങ്കിലും പഞ്ചാബ് ഏരിയയിൽ സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ മടങ്ങി വരാം, എൻ്റെ കൂടെ ജോലി ചെയ്യാം, എൻ്റെ കൂടെ സുവിശേഷ വേല ചെയ്യാം എന്നൊരു വാക്ക് മാത്രം പറഞ്ഞിരുന്നു. അന്ന് നമുക്ക് ഇന്നുള്ളതുപോലെ ടെലിഫോൺ സൗകര്യങ്ങളോ മറ്റൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു പറയുവാനോ ചോദിക്കുവാനോ ഒന്നും നോക്കാതെ അന്ന് തന്നെ ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക്, ഡൽഹിയിൽ നിന്നും ചണ്ഡീഗഡിലേക്ക് ബസ് യാത്രയായി ഞാൻ കടന്നു ചെന്നു. ചണ്ഡീഗഡിൽ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാന് മറ്റ് സംഘടനകളൊന്നുമില്ല, ഞാന് ഒറ്റയ്ക്ക് പാസ്റ്റർ അടുത്ത് വന്നിരിക്കുകയാണ്, എനിക്ക് കർത്താവിന്റെ വേല പാസ്റ്ററോട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മോസ്റ്റ് വെൽക്കം, ഞാൻ കഴിക്കുന്നെങ്കിൽ ജെയിംസിന് കഴിക്കാം, ഞാൻ കിടക്കുന്ന ഇടത്ത് ജെയിംസിനും കിടക്കാം, എനിക്ക് പ്രത്യേകമായി ധനമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല, എന്നാൽ നമുക്കൊന്നിച്ച് സുവിശേഷ വേല ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് മതി, ധാരാളം. ഇന്നുവരെ ഞാൻ ഒരു പൈസയും ഒരു സാലറി ആയിട്ട് ഒരു സംഘടനയിൽ നിന്നും ഒരു ലീഡേഴ്സിൽ നിന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് അതെനിക്കൊരു പുതുമയല്ല. അതുകൊണ്ട് എനിക്ക് സുവിശേഷ വേല ചെയ്യണം, ഞാൻ ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞു. അദ്ദേഹവും കുടുംബവും എന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു, തങ്ങളുടെ കൂടെ താമസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ IPCയോടുള്ള ബന്ധത്തിൽ ചണ്ഡീഗഡിൽ പല ഭാഗങ്ങളിൽ, പഞ്ചകുളയിലും മണിമാജര, ഇല്ലെങ്കിൽ ഹരിയാന ബോർഡർ ഏരിയയിലെ, പഞ്ചാബിന്റെ മൊഹാലി ഏരിയയിലെ, അങ്ങനെ പല ചണ്ഡീഗഡിന്റെ പല സെക്ടറുകളിൽ ഞങ്ങൾക്ക് പോയി ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ആരംഭിക്കുവാൻ, അതിനുശേഷം അത് സഭയായി രൂപീകരിക്കുവാനൊക്കെയും ദൈവം ഇടയാക്കി. അങ്ങനെ ഒരു പാസ്റ്ററായി തുടരുന്ന സമയത്താണ് ഗോസ്പൽ ഫോർ ഏഷ്യ, ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഈ ആത്മീയ യാത്ര ശുശ്രൂഷ അന്ന് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ വ്യാപിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ചണ്ഡീഗഡിലേക്ക് കടന്നു വന്ന്
ഈ പ്രവർത്തനം ആരംഭിക്കുവാൻ ആദ്യം പാസ്റ്റർ ജോണുമന്റെ അടുത്താണ് വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥലം വേണം, ഇവിടെ ഒരു പ്രവർത്തനം ആരംഭിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓഫീസിൽ നിന്ന് കടന്നു വന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു വ്യക്തിയെ കൂടെ പാസ്റ്റർ തരണം ഈ വേലയെ ലീഡർഷിപ്പ് കൊടുക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാസ്റ്റർ ജോണുമന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇദ്ദേഹത്തെ കൊണ്ടുപോയിക്കൊള്ളൂ, ഇദ്ദേഹം നിങ്ങളുടെ വേലയ്ക്ക് സഹായകരമാകുമെന്ന് പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഞാൻ 1994 ആത്മീയ യാത്രയോടുള്ള ബന്ധത്തില് ആ മിനിസ്ട്രിയുടെ ലീഡർഷിപ്പിലേക്ക് വരുവാൻ പഞ്ചാബിന്റെ കോർഡിനേറ്ററായി എന്നെ നിയോഗിക്കുകയും അങ്ങനെ ആദ്യമായി ബൈബിൾ സ്കൂൾ നടത്തുവാൻ തക്കവണ്ണം ഒരവസരം ദൈവം ഒരുക്കി. ആ സമയത്ത് വളരെ വലിയ ഓപ്പർച്യൂണിറ്റികളായിരുന്നു. വളരെ വിദ്യാർത്ഥികൾ പഠിക്കുവാനുള്ള വാഞ്ചയോടുകൂടി കഴിഞ്ഞ നാളുകളിൽ ഞാൻ ടീം പ്രവർത്തനത്തിലൂടെ അനേക സ്ഥലങ്ങൾ പഞ്ചാബിന്റെ പല ഡിസ്ട്രിക്റ്റുകളിൽ പോയി പല പാസ്റ്റർമാരുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. പത്താൻകോട് ഏരിയയില് പല പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബൈബിൾ സ്കൂളിന്റെ കാര്യം ഗോസ്പൽ ഫോർ ഏഷ്യനെ ഏൽപ്പിച്ചപ്പോൾ ഈ ദൈവദാസന്മാരെ ഒക്കെയും കോണ്ടാക്ട് ചെയ്തു. അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഇഷ്ടം പോലെ വിദ്യാർത്ഥികളുണ്ട്, നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദൈവദാസന്മാർ അനേക ചെറുപ്പക്കാരെ, അങ്ങനെ ഒരു വർഷം തന്നെ 100 മുതൽ 150 വിദ്യാർത്ഥികളെ വരെ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യും. അന്ന് ദൈവത്തിന്റെ സഹായത്താൽ ധനത്തിന്റെ പ്രയാസം ഒന്നുമില്ലായിരുന്നു. നമുക്ക് പഞ്ചാബ് ചണ്ഡീഗഡിൽ തന്നെ ചത്തുബീഡ് എന്ന സ്ഥലത്ത് ഒരു സ്കൂള് ഗോസ്പൽ ഫോർ ഏഷ്യ മൊത്തമായി വാങ്ങി. അതുകൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പ്രയാസമില്ല. ആവശ്യമാകുന്ന റൂമുകള്, ക്ലാസ് റൂമുകൾ, എല്ലാ സൗകര്യങ്ങളും ആയിട്ടും ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര വിദ്യാർത്ഥികൾ വന്നാലും പഠിപ്പിക്കുവാനുള്ള സൗകര്യമുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര മാത്രം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാമോ അത്രമാത്രം പഠിപ്പിച്ചുള്ളൂ, പണം ഒരു വിഷയമല്ല, ഇല്ലെങ്കിൽ മറ്റ് മെറ്റീരിയലുകൾ ഒരു വിഷയമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 100 മുതൽ 150 വിദ്യാർത്ഥികളെ വരെ ഒരു വർഷം, അന്ന് 1 ഇയർ കോഴ്സ് ആയിരുന്നു, അക്കോമഡേറ്റ് ചെയ്യിച്ച് റെസിഡൻഷ്യൽ കോഴ്സ് ആയിട്ട് അവരെ കർത്താവിന്റെ വേലയ്ക്ക് തയ്യാറെടുപ്പിക്കുവാൻ തക്കോണം ദൈവം അവസരമൊരുക്കി. ഇന്നും അതിൽ അനേക വിദ്യാർത്ഥികൾ, ഒട്ടുമുക്കാൽ വിദ്യാർത്ഥികൾ ഇന്നും സുവിശേഷ വേലയിൽ പഞ്ചാബിന്റെ ഏത് കോണിൽ പോയാലും ഒരു വിദ്യാർത്ഥിയെ കാണുവാൻ തക്കോണം ഇടയായിത്തീരുന്നു. അനേക വിദ്യാർത്ഥികൾ ഇപ്പോഴും എന്നെ ഫോണിൽ സമ്പർക്കം ചെയ്യുന്നുണ്ട്, അവരുടെ ചർച്ചുകൾ വിസിറ്റ് ചെയ്യുവാനും വിശ്വാസികളെ വചനം പഠിപ്പിക്കുവാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ആ സുവിശേഷീകരണ വേല ആ സംഘടനയോടുകൂടെ ചേർന്ന് ഏകദേശം 10 വർഷക്കാലം ചെയ്യുവാൻ ദൈവം അവസരമൊരുക്കി. പഞ്ചാബിന്റെ പ്രവർത്തനങ്ങള്, ഹിമാചലിന്റെ പ്രവർത്തനങ്ങള്, ജമ്മു കാശ്മീരിന്റെ പ്രവർത്തനങ്ങള്, ഹരിയാനയുടെ പ്രവർത്തനങ്ങൾ എന്നീ സ്റ്റേറ്റുകളൊക്കെയും സ്റ്റേറ്റുകളുടെ ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കോണം ഇടയായിത്തീർന്നു. പഞ്ചാബില് വളരെ അനുഗ്രഹീതകരമായ സുവിശേഷീകരണമാണ്. വളരെ വലിയ എതിർപ്പുകളൊന്നുമില്ല. നമുക്ക് നല്ലൊരു സ്വീകരണമാണ്. വിശ്വാസികൾ അനേകരുണ്ട്. അതുകൊണ്ട് ഒരു നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഇരിക്കെ ആണ് 1999 ഗോസ്പൽ ഫോർ ഏഷ്യ എന്നെ UP-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കാരണം സംഘടനയുടെ പോളിസിയാണ് പലയിടങ്ങളിൽ ട്രാൻസ്ഫർ ആയി പോയി കർത്താവിന്റെ വേല ചെയ്യുക. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കില്ല്, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റ് ലീഡർഷിപ്പ് ഏരിയകളിൽ പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഗോരഖ്പൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. UP-യിലേക്ക് നാം കടന്നു വരുമ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ പോലെയാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഒന്നാണ് UP സ്റ്റേറ്റ് എങ്കിൽ തന്നെയും UP ഒരു വ്യത്യസ്തമായ കൾച്ചർ, വ്യത്യസ്തമായ ആത്മീയമായ ഒരു സ്റ്റാൻഡേർഡും കീപ്പ് ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞ് നമുക്കറിയാം, വളരെ ധാർമ്മികത നിറഞ്ഞ ആടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അയോധ്യ. ഇവിടെയാണ് രാമജന്മഭൂമി. നമ്മുടെ അങ്ങനെ വാരണാസി തീർത്ഥാടന കേന്ദ്രങ്ങള്,
ആ, ആഗ്ര താജ്മഹല്, ആ, പിന്നെ നമ്മുടെ അങ്ങനെയുള്ള അനേക ഫേമസ് സ്ഥലങ്ങൾ ആ, ധാർമ്മികതയ്ക്ക് ഇല്ലെങ്കിൽ മതപരമായി വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഉള്ള ഒരു ചരിത്രപരമായ ഒരു സ്റ്റേറ്റ് ആണ്. അതോടൊപ്പം തന്നെ ആത്മീയ വീക്ഷണത്തിൽ നമ്മൾ നോക്കുമ്പോൾ അന്ധകാരത്തിന്റെ ഏറ്റവും അധിപതിയും ആ, ഏറ്റവും അധികവുമുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഇന്നും അതിന്റെ പ്രതിചലനങ്ങൾ ദൈവദാസന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലരിലൂടെയും നമുക്ക് അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. എല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി പറയുവാൻ പറ്റുകയില്ല. എങ്കിലും ദൈവമക്കളായിരിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഞാൻ ഗോരഖ്പൂരിലേക്ക് കടന്നു വന്നു. അവിടെ ഞാൻ ട്രാൻസ്ഫർ ആയി വന്നതിന്റെ അന്ന് തന്നെ ചില സുവിശേഷ വിരോധികൾക്ക് അറിവ് കിട്ടി. ഒരു പുതിയ ലീഡർഷിപ്പ് ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവിടുത്തെ ക്യാമ്പസ് എന്ന് പറയുന്നത്, ഗോരഖ്പൂരിന്റെ ക്യാമ്പസ് അന്ന് മറ്റ് ക്യാമ്പസുകളെക്കാൾ വലിയ ക്യാമ്പസാണ്. 6 ഏക്കറിന്റെ ഒരു ക്യാമ്പസാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത്. ബ്രിട്ടീഷുകാർ മുതൽ പണിത അനേക നല്ല കെട്ടിടങ്ങളുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള, അപ്പോൾ അവിടെ കൂടുതൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള നല്ല സൗകര്യങ്ങൾ ഉള്ള ഒരു സ്ഥലമായിരുന്നു ഗോരഖ്പൂരിന്റെ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകാവുന്ന മാത്രം ദൂരത്തിൽ 6 ഏക്കറിൽ തീർത്ത ഒരു വലിയ ക്യാമ്പസ്. അവിടെ ട്രാൻസ്ഫർ ആയപ്പോൾ സുവിശേഷ വിരോധികൾക്ക് അറിവ് കിട്ടി. അന്ന് ലാൻഡ് ഫോണുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, മൊബൈൽ ഫോണുകളില്ല. അന്ന് ഓഫീസിന്റെ വകയായിട്ട് ലാൻഡ് ഫോൺ ഉണ്ട്. രാത്രിയിലും പകലും സുവിശേഷകാർ വിളിക്കുന്നത് കൊണ്ട് ബെഡ്റൂമിലേക്കും ഒരു കണക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നതിന്റെ 2 ദിവസത്തിന് ശേഷം എല്ലാ ദിവസവും രാവിലെ 5 മണിയാകുമ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്യും. ഞാൻ എടുക്കുമ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു വലിയ ചീത്തയാണ് എനിക്ക് കേൾക്കുവാൻ. അതൊരു 15 മിനിറ്റോളം ഹിന്ദിയില് എന്നെ വളരെ അസഭ്യം പറയുന്ന രീതിയിൽ മറുഭാഗത്ത് നിന്ന്, ആരാണെന്നോ എന്താണെന്നോ ഒന്നും പറയുന്നില്ല, എനിക്ക് ഇത്രമാത്രം കേൾക്കാം: നീ എന്തിനാണ് ഇവിടെ വന്നത്? നീ മടങ്ങിപ്പോ. നീ വന്നതിന്റെ ഉദ്ദേശം ഇവിടെ നടത്തിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അതുകൊണ്ട് നീ മടങ്ങിപ്പോണം. ഇവിടെ ആ പരിപാടി നടക്കുകയില്ല എന്നുള്ള ത്രിട്ടണിങ് ആയ ഫോൺ കോളാണ്. ഏകദേശം ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ അത് മുഴുവൻ കേൾക്കും. ഒരു 15 മിനിറ്റോളം അദ്ദേഹം തനിക്ക് പറയാവുന്നതെല്ലാം പറയും. അതിനുശേഷം അദ്ദേഹം ഫോൺ വെക്കുമ്പോൾ ഞാനും ഫോൺ വെക്കും. അങ്ങനെയുള്ള ഈ ഫോൺ കോൾ ഏകദേശം 1 മാസക്കാലത്തോളം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നും രാവിലെ എന്നെ വേക്കപ്പ് ചെയ്യുന്നത്, എന്നെ ഉണർത്തുന്നത് ഈ ഫോൺ കോളും ഈ ചീത്തവിളിയുമായിരുന്നു. എന്നാൽ സുവിശേഷ വേലയോടുള്ള സമർപ്പണ കാരണത്താൽ അത് പ്രാർത്ഥനാ വിഷയമാക്കി മാത്രം മാറ്റി ഞാൻ അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. 1 മാസത്തിന് ശേഷം എന്തോ അദ്ദേഹം വളരെ റിബല്യസ് ആയിട്ട്, വളരെ ത്രിട്ടനായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വാ. നിങ്ങളിങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞ് പേടിപ്പിക്കാതെ ധൈര്യമുള്ളവനാണെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കേ, എന്നിട്ട് നമുക്ക് നോക്കാം എന്ത് പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. എന്തോ അന്ന് അങ്ങനെ പറയാനുള്ളൊരു ധൈര്യം ദൈവം തന്നു. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോൺ വീണ്ടും റിങ് ചെയ്തു. ഞാൻ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് വൈകിട്ട് 5 മണിയാവുമ്പോൾ നിന്നെ കാണാൻ ഞങ്ങൾ വരും. ഞങ്ങൾ ആരാണെന്ന് അന്നേരം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഓക്കെ. അന്നേരം അതേ സ്പിരിറ്റിൽ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, അന്നേരം കാണാം, നീ ധൈര്യമായിട്ട് പോരെ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിന് ഭയങ്കര ഭാരമുണ്ട്. ഇവൻ ആരാണ്, എന്താണ്, നമുക്കൊന്നും അറിയത്തില്ല. വന്നിട്ട് 1 മാസമേ ഈ ദേശത്തായിട്ടുള്ളൂ. മറ്റു പാസ്റ്റർമാരോ ദൈവമക്കളുമായിട്ട് അധികം ബന്ധമില്ല. ആരോട് എന്തു പറയണമെന്നറിയില്ല. ഒരു ഭയം എൻ്റെ ഹൃദയത്തിലുണ്ടായി. എന്താണ് സംഭവിക്കുന്നത്? ഞാനൊരു ഏകദേശം 4 മണിയായപ്പോൾ, അന്ന് എനിക്കൊരു സ്കൂട്ടറായിരുന്നു ഉണ്ടായിരുന്നത്, വെസ്പ സ്കൂട്ടർ. അതെടുത്തോണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ജസ്റ്റ് വെളി വരെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഗോരഖ്പൂരിന്റെ സിറ്റിയുടെ ഓരോ ഗല്ലികളും അന്ന് ഒരർത്ഥവുമില്ലാതെ ഞാൻ സ്കൂട്ടർ ഓടിച്ചു നടക്കുകയാണ്. എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് 5 മണിയാകുമ്പോൾ അവർ വരും, എന്നെ കണ്ടില്ലെങ്കിൽ അവർ മടങ്ങിപ്പോകും. അതുകൊണ്ട് ആ സമയം ഇങ്ങനെ കളയുക എന്നുള്ള. ഞാൻ 4 മണി മുതൽ 5 മണിയായി, 6 മണിയായി, 7 മണി വരെ ആയി കഴിഞ്ഞപ്പോൾ 7 മണിയായപ്പോൾ ഞാനൊരു STD ബൂത്തിൽ നിന്ന്
എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് എൻ്റെ വൈഫിനോട് ചോദിച്ചു, എന്നെ തിരക്കി ആരെങ്കിലും വന്നിരുന്നോ? അവൾ പറഞ്ഞു, ആരും വന്നില്ല, ഇവിടെ ആരും വന്നില്ല. അപ്പൊ എനിക്ക് വളരെ ആശ്വാസം തോന്നി. കർത്താവെ എന്നെ രക്ഷിച്ചല്ലോ, അവർ 5 മണി എന്ന് പറഞ്ഞിട്ട് അവര് വന്നില്ലല്ലോ, സ്തോത്രം. അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് ആ ഒരു അത്രയും നേരം കറങ്ങിയതിന് ശേഷം ഞാൻ ആ ഭവനത്തിലേക്ക്, ക്വാർട്ടറിലേക്ക് തിരിച്ചു വന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 7:30 കാണും, ഞങ്ങളുടെ പോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു 6 അടി പൊക്കം വീതമുള്ള അജാനുബാഹുക്കളായ ഒരു 7 പേര് എൻ്റെ കതകിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അവര് പറഞ്ഞു, രാവിലെ ഫോൺ ചെയ്തവര് ഞങ്ങളാണ്, ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി വന്നാണ്. ആദ്യം ഒരു ഭയമുണ്ടായി. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ആൾക്കാരെ, വളരെ ഗാംഭീര്യത്തോടെയുള്ള ചെറുപ്പക്കാര്. എങ്കിലും ദൈവം ധൈര്യം തന്നു. അവരോട് പറഞ്ഞു, അകത്ത് വരൂ, നമുക്കിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ഭാര്യയോട് പറഞ്ഞു, എല്ലാവർക്കും ചായ ഇട്, നമുക്ക് ഗസ്റ്റ് ഉണ്ട്, അവരോട് ഞാൻ സംസാരിക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചായ ഇടാൻ പറഞ്ഞു. അവൾ പോയി ചായ ഇട്ടുകൊണ്ട് വന്നു. അങ്ങനെ സംസാരിക്കുവാൻ തുടങ്ങി. അവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്, ഇന്ന സംഘടനയ്ക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്നവരാണ്, ഞങ്ങളുടെ ഉദ്ദേശം എന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ ചോദിച്ചു, എനിക്കിവിടെ പറയാൻ അവസരം തരുമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന കേരളത്തിൽ നിന്നുള്ളതാണ്, ഞാൻ വന്നതിന്റെ ഉദ്ദേശം നിങ്ങളുടെ ഈ സ്റ്റേറ്റിലെ പാവങ്ങളായ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്യുക, അവരെ പഠിപ്പിക്കുക, അവരെ നല്ല നിലയിലേക്ക് ആക്കുക, അവർക്ക് നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ള അനേക നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്റെ പൂർണ്ണ ഒരു സർവീസ് ആയിട്ടാണ് ഞാൻ ഇത് എടുത്തു വന്നിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാമായിരുന്നു, ഇല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിൽ ഏർപ്പെടാമായിരുന്നു. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഒരു സേവാ മൈൻഡോടുകൂടി, ഒരു ശുശ്രൂഷ മൈൻഡോടുകൂടി കടന്നു വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ സംസാരം ഒരു 45 മിനിറ്റോളം തുടർന്നുകൊണ്ട് അതിലൂടെ സുവിശേഷം അറിയിക്കുവാൻ, ഞാൻ എന്തുകൊണ്ടാണ് ഈ നല്ല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഗുരു, ഞാൻ സേവിക്കുന്ന എൻ്റെ യേശു എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ്. ഇല്ല എങ്കിൽ ഞാൻ ഇതിൽ നിൽക്കുകയില്ലായിരുന്നു, ഇല്ലെങ്കിൽ എനിക്കിത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എന്നെ രക്ഷിച്ച ഈ രക്ഷകൻ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നത്, നിന്നെ ഞാൻ ഇവിടേക്ക് അയച്ചിരിക്കുന്ന ഇന്ന കാരണത്താലാണ്, ഞാൻ അതുകൊണ്ടാണ് ചെയ്യുന്നത്. വളരെ ശാന്തമായ രീതിയിൽ അവരോട് ഈ കർത്താവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും നമ്മളെ മനുഷ്യരാശിയെ സ്നേഹിക്കുന്നതിനെ കുറിച്ചുമുള്ള സുവിശേഷം പൂർണ്ണമായി അറിയിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ സംസാരം തീരാറായപ്പോഴത്തേക്ക് അതിൽ കടന്നു വന്നവരിലെ ലീഡർ എഴുന്നേറ്റ് നിന്ന് എൻ്റെ മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, ക്ഷമിക്കണം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇനിയും ആരും നിന്നെ ഫോൺ ചെയ്തോ വേറൊരു രീതിയിലും നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല. അതങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഈ ഗോരഖ്പൂർ സിറ്റിയില് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി അവർ മടങ്ങിപ്പോവുകയുണ്ടായി. ദൈവം അങ്ങനെ വലിയ പ്രവർത്തനങ്ങൾ, വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തതായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുകയുണ്ടായി. ഒരനുഭവം കൂടെ ഞാൻ പറഞ്ഞതിന് ശേഷം ഗോരഖ്പൂരിൽ നിന്ന് മടങ്ങി വരാം. അവിടെ പോയതിനു ശേഷം അവിടെ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ അനിൽ ട്രോ എന്ന് പറയുന്ന ഒരു ദൈവദാസനെ പഠിപ്പിക്കുവാൻ, അത് ഗോരഖ്പൂർ സിറ്റിയിലുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹം വചനം പഠിക്കുവാനായി കടന്നു വന്നു. അദ്ദേഹത്തെ വചനം പഠിപ്പിച്ചു. ഗോരഖ്പൂരിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരെ ബട്ടട്ട് എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ അദ്ദേഹത്തിന് ആത്മഭാരമുണ്ടായി. എന്നോട് പറഞ്ഞു, സാറേ, ഞാൻ അവിടെ പോയി സുവിശേഷം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഒരൊറ്റ ചർച്ചില്ല, ഒരു വിശ്വാസിയില്ല. ഞാൻ അവിടെ പോയി പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് ആത്മപ്രേരണ തരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം. ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ വിട്ടു. അദ്ദേഹം ഒരു 8 മാസക്കാലം അവിടെ പോയി സുവിശേഷം വളരെ കഠിനാധ്വാനം ചെയ്തു, വളരെ പ്രവർത്തിച്ചു. അങ്ങനെ ഏകദേശം 25-30 പേര് ആ വില്ലേജിൽ നിന്ന് കർത്താവിലേക്ക് വരുവാനിടയായി. അങ്ങനെ ആ വില്ലേജിലുള്ള ഒരു കടമുറി അദ്ദേഹം വാടകയ്ക്കെടുത്തു. അവിടെ ആരാധന തുടങ്ങി. ആ സമയത്ത് ഗോസ്പൽ ഫോർ ഏഷ്യ ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന സമയമായിരുന്നു. അതുകൊണ്ട് എല്ലാ
പാസ്റ്റർമാർക്കും സപ്പോർട്ടിനോടൊപ്പം തന്നെ ബൈബിളുകൾ ധാരാളമായി കൊടുക്കും. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഓരോ ചർച്ചുകളിലും 400-ഉം 500-ഉം ബൈബിളുകൾ എപ്പോഴും അവര് കീപ്പ് ചെയ്യുമായിരുന്നു. കാരണം ഏത് എപ്പോൾ അവസരം കിട്ടിയാലും പുതിയ ഇടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുവാനും സുവിശേഷ വേല ചെയ്യുവാനും ബൈബിള് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുമായിട്ട്, അങ്ങനെ ഈ കടമുറി എടുത്തപ്പോഴും ഷെൽഫുകളൊക്കെ ഉള്ള ഒരു കടൽമുറി ആയതുകൊണ്ട് ധാരാളം ബൈബിളുകൾ അവിടെ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ അവിടെ അദ്ദേഹം സുവിശേഷ വേല വളരെ അനുഗ്രഹമായി തീർന്ന സമയത്ത് ഇതുപോലെ തന്നെ സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഒരു സൺഡേയില് കടന്നു വന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസികളെയും വളരെ ദാരുണമായി മർദ്ദിച്ചു, പാസ്റ്ററെ മർദ്ദിച്ചു. അതിനുശേഷം അവരെ ആ കടയ്ക്ക് ഷട്ടർ ഇട്ടു, താഴിട്ട് പൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഇവിടെ ഈ ആരാധന പറ്റത്തില്ല, ഇങ്ങനെയുള്ള സുവിശേഷീകരണം പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ഭയപ്പെട്ട് വേദനയോടെ അടിയൊക്കെ കൊണ്ട് സെന്ററിലേക്ക് കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഞങ്ങളുടെ കൂടെ താമസിപ്പിച്ചു, ആഹാരമൊക്കെ കൊടുത്തു, മരുന്ന് കൊടുത്തു. അങ്ങനെ കുറച്ചു നാൾ ഞങ്ങളുടെ കൂടെ താമസിക്കും, ഇപ്പൊ ഉടനെ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ കുറെ നാൾ താമസിച്ചു. ഏകദേശം 3 മാസത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസി ഫോൺ ചെയ്ത് ഞങ്ങളോട് പറഞ്ഞു, ഈ നമ്മൾ വെച്ചിരിക്കുന്ന ബൈബിളുകൾ ഈ കടയുടെ ഉടമസ്ഥന് കട വേണ്ടിയത് കൊണ്ട് അടച്ചിരുന്ന, ഇല്ലെങ്കിൽ ഇതിനെ താഴിട്ട് പൂട്ടിയ ചില നേതാക്കന്മാരെ ചെന്ന് കണ്ടിട്ട് അവരോട് പറഞ്ഞു, ഇത് കാലി ചെയ്തു തരണം, എനിക്കിങ്ങനെ മാസങ്ങളോളം അടച്ചിടാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൂടിയാലോചിച്ചു, ഈ ബൈബിളുകളൊക്കെയും എടുത്ത് കത്തിച്ചു കളയുക, എന്നിട്ട് നിങ്ങളുടെ കട നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ആദ്യം ഒരു പ്ലാൻ ചെയ്തത് ആരെങ്കിലും എടുക്കാൻ വന്നാൽ ഈ ബൈബിളിനോട് കൂടെ അവരെയും ഇട്ട് കത്തിക്കണം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. എന്നാൽ ആരും അങ്ങോട്ട് പോകാതിരുന്നത് കൊണ്ട് ബൈബിള് കത്തിക്കുക എന്നുള്ള ഒരു തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം വിളിച്ച് ഞങ്ങളോട് ഫോണിൽ കൂടെ പറയുകയുണ്ടായി. അച്ചേലാൽ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് അന്ന് ഞങ്ങളെ ഫോണിൽ വിളിച്ചു പറഞ്ഞ്, ഇന്ന് അദ്ദേഹം ഡൽഹിയില് ഒരു വലിയ സംഘടനയുടെ കൂടെ കർത്താവിന്റെ വേല ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ് അച്ചേലാൽ യാദവ് എന്ന് പറയുന്നത്. അദ്ദേഹം കർത്താവിന്റെ വേല ചെയ്യുന്നു. അന്ന് ഒരു വിശ്വാസിയായിരുന്ന അദ്ദേഹം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. അന്ന് ഞങ്ങളുടെ സെന്ററിൽ ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ ഒരു 200 പാസ്റ്റർമാരോളം വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഈ പാസ്റ്റർ അനിൽ ട്രോയും കൂട്ടം നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം ആരംഭിച്ചൊരു സുവിശേഷ വേല ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായി, അങ്ങനെ അത് അടച്ചിരിക്കുകയായിരുന്നു. അവിടെ ഏകദേശം നിറച്ച് ബൈബിളുണ്ട്, അത് അവർ കത്തിക്കുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം കർത്താവിന്റെ വചനം നമ്മുടെ അറിവോടെ കത്തിക്കുവാൻ എനിക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഏതായാലും അവിടേക്ക് പോകാൻ ആഗ്രഹിക്കും. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ വരാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞു. 5 ദൈവദാസന്മാർ എഴുന്നേറ്റ് പറഞ്ഞു, സാറേ ഞങ്ങളും വരാം, എന്ത് വന്നാലും നമുക്ക് നേരിടാമെന്ന്. അപ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ചു, അങ്ങനെ വെറുതെ പോകാതെ നമുക്ക് അവിടെയുള്ള SPയെ ചെന്ന് കണ്ട്, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കണ്ട് ഒരു പെർമിഷൻ എടുത്തിട്ട് നമുക്ക് പോകാം. അങ്ങനെ അന്ന് ഗോരഖ്പൂറിന്റെ SP ആയിട്ട് മിസ്റ്റർ ബിജേന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു ആളായിരുന്നു, ആഗ്രഹക്കാരനായ അദ്ദേഹം അവിടെ ഇൻചാർജായിട്ട് ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ വേറൊരു ആൾ മുഖാന്തരമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോകുവാൻ ഒരു അവസരം ലഭിച്ചു. അങ്ങനെ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, ഇന്നപോലെ ഇന്ന സംഭവമാണ്, നിങ്ങൾ ഇങ്ങനെ പോയി ബൈബിൾ എടുക്കാൻ പോകുന്നു. അദ്ദേഹം പറഞ്ഞു, ആ വില്ലേജ് മുഴുവൻ സുവിശേഷ വിരോധികളാണ്, നിങ്ങൾ പോകുന്നത് പോലെ അത്ര ആസാനല്ല, പോലീസുകാർക്ക് പോലും അവിടെ യാതൊരു വിധമായ പവറുമില്ല, അവരെ എതിർക്കുന്നത് വളരെ പാടാണ്. അതുകൊണ്ട് പോലീസിന്റെ ഒരു സഹായം അവിടെ ലഭിച്ചിട്ടും കാര്യമില്ല, തരുവാനും കഴിയത്തില്ല. ഒറ്റ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും, അവിടെയുള്ള പോലീസുകാർ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ വിളിച്ചു പറയാം, അല്ലാതെ ഒരു സഹായവും പോലീസിന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പോലീസിനേക്കാൾ വലിയ സഹായം ഞങ്ങൾക്കുണ്ട്, ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി തരാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ 5 പേര് ആ വില്ലേജിലേക്ക് കടന്നുപോയി.
കടന്നുപോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ രണ്ട് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. എന്ത് ചെയ്യുക? അതിനെ തുറക്കുവാനുള്ള താക്കോലോ അത് പൊട്ടിക്കുവാനുള്ള ഒന്നും തന്നെ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ വളരെ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഈ അച്ചയ്ലാൽ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ഓടിച്ചെന്ന് തന്റെ വീട്ടിൽ നിന്ന് ഒരു ആക്സോ ബ്ലേഡ്, ഈ ഇരുമ്പ് മുറിക്കുന്ന ഒരു ബ്ലേഡ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നു. അത് രണ്ട് താഴുണ്ട്, ഇത് ഓരോന്ന് മുറിച്ചു വരുമ്പോ പിന്നെ സമയാവും. ഞാൻ ആ വാളിനെ രണ്ടായിട്ട് ഒടിച്ചിട്ട് രണ്ട് ദേവദാസന്മാരുടെ കയ്യിൽ കൊടുത്തു. ഇത് നിങ്ങൾ മുറിക്കാൻ തുടങ്ങി, പ്രാർത്ഥിച്ചുകൊണ്ട് മുറിക്കാൻ തുടങ്ങുന്നു. അതിശയം എന്ന് പറയട്ടെ, അവര് ഒരു 3-4 മിനിറ്റ് എടുത്ത് കാണും ഈ ചെറിയ ബ്ലേഡ് കൊണ്ട് ആ വലിയ താഴ് മുറിച്ചു മാറ്റി. ഞാൻ പറഞ്ഞു, അപ്പോൾ രണ്ടുപേരെ ആ റോഡിന്റെ സൈഡിൽ നിർത്തിയിരിക്കുകയാണ്, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അറിയിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു, തുറന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ബൈബിളുകളെല്ലാം വണ്ടിയിലേക്ക് കയറ്റുക. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്, അതുകൊണ്ട് ലാസ്റ്റ് ബൈബിൾ എടുത്തോണ്ട് നിങ്ങൾ ഓടി വണ്ടിയെ കയറിക്കോണം, നിൽക്കാൻ സമയമില്ല, നമുക്ക് പ്രതികൂലം ഒത്തിരി ഉണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് അവർക്ക് ആ ബൈബിൾ എല്ലാം കയറ്റാമോ വണ്ടിക്കകത്തോട്ട് കയറ്റി. അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്പീഡിൽ ഞാൻ വണ്ടി ഓടിക്കുന്നത്. കാരണം അവസാന വ്യക്തിയും ചാടി വണ്ടിയിൽ കയറി സ്പീഡിൽ ആ ഗ്രാമത്തിലൂടെ ഓടിച്ച് ഞങ്ങളെ സെന്ററിൽ വരുവാൻ തക്കോണം ദൈവമിടയാക്കി. സുരക്ഷിതമായി ബൈബിളും ഞങ്ങളും എത്തിച്ചേർന്നു. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ അച്ചയ്ലാൽ തന്നെ വീണ്ടും ഞങ്ങളെ ഫോണിൽ വിളിച്ചു. സാറേ, നിങ്ങൾ സുരക്ഷിതമായി അങ്ങ് ചെന്നോ, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എത്തി, കുഴപ്പമില്ല. നിങ്ങൾ പോയതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഒരു 400-450 പേര് വടിവാള്, തോക്ക്, എന്തെല്ലാം ആയുധങ്ങളുണ്ടോ അതെല്ലാം ആയിട്ട് ഇവിടെ കടന്നു വന്നു. അവർക്ക് അറിവ് കിട്ടി ഇത് തുറന്ന് വീണ്ടും ആരാധന തുടങ്ങുന്നെന്നും ബൈബിൾ എടുക്കാൻ വരുന്നു എന്നും ഒക്കെ അറിവ് കിട്ടി. അങ്ങനെ നിങ്ങളെ പിടിക്കാനായിട്ട് വന്നു, അവരാരേലും വഴിയിൽ വെച്ച് തടഞ്ഞോ എന്നറിയാനാണ് ഞങ്ങൾ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ആരും തടഞ്ഞില്ല, ദൈവം സഹായിച്ചു, ഞങ്ങള് സൗഖ്യത്തോടെ ഈ സെന്ററിൽ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടായി, ഒരു വലിയ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായി എന്ന് ഗോരഖ്പൂർ ഇരുന്ന SP സാഹിബിന് അറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം ഞങ്ങളുടെ സെന്ററിൽ തിരക്കി വന്നു. നിങ്ങൾ പോയിടത്ത് വലിയ പ്രശ്നമുണ്ടായെന്ന് അറിഞ്ഞു, നിങ്ങളെല്ലാവരും എങ്ങനെയായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സുഖമായി എത്തി, ഞങ്ങൾ ആരോടും വഴക്കിനോ ഒന്നിനും പോയില്ല, ഞങ്ങൾ ബൈബിൾ എടുത്ത് തിരിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ബൈബിളിനെ സ്നേഹിക്കുന്നതും ക്രിസ്തുവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ഓഫീസർ ആയിരുന്നു. കടന്നു വന്നപ്പോൾ കുറെ ബൈബിൾ സംബന്ധമായ ബുക്കുകൾ ഓഫീസിൽ കണ്ടു. അപ്പോൾ അദ്ദേഹം താല്പര്യത്തോടെ ഒന്ന് വായിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അങ്ങനെ ബൈബിൾ ലിറ്ററേച്ചറുകൾ അദ്ദേഹത്തിന് കൊടുത്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്, നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നെങ്കിൽ എനിക്കൂടെ തരണമെന്ന് പറഞ്ഞു. ഇഡലി സാമ്പാർ ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇഡലി സാമ്പാർ ഉണ്ടാക്കി അദ്ദേഹത്തെ കൊണ്ടു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹത്തോടു കൂടി തുടങ്ങുവാൻ തക്കോണം ഞങ്ങൾക്കിടയായി. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് നാളുകൾ തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹം ആഴ്ചയിൽ ഒരിക്കൽ ഭവനത്തിൽ വരികയും ഞങ്ങളോട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് 5 മക്കളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ഈ 5 മക്കളുടെ ജന്മദിവസം ആഘോഷിക്കുന്നത് ഞാൻ ബൈബിൾ പരമായ ഒരു ബുക്ക് സമ്മാനം ചെയ്തോ ബൈബിൾ സമ്മാനം ചെയ്തോ ആണ്. ഞാൻ അത്രമാത്രം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്റെ ജീവിതത്തിൽ വളരെ സന്തോഷം തന്നു. അന്നു മുതൽ കർത്താവിനെ കുറിച്ച് അധികമൊന്നും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ അറിവ് ആഗ്രയിൽ സെന്റ് ജോൺസ് കോളേജിൽ അദ്ദേഹം കോളേജ് പഠനം നടത്തിയ സമയത്ത് ക്രിസ്തുവിനെ കുറിച്ച് അറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കർത്താവിനെ കുറിച്ച് അധികം അറിയിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ആ ഫ്രണ്ട്ഷിപ്പ് ഏകദേശം ഒരു 12 വർഷക്കാലത്തോളം തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം പിന്നെ ADG ആയിട്ട് പ്രൊമോഷനായി ലക്നോയിൽ സെക്കൻഡ് ഇൻ കമാൻഡർ ആയിട്ട് ലക്നോയിൽ വന്നു. ഞാനന്ന് ഓൾറെഡി ലക്നോയിലുണ്ട്. അദ്ദേഹം
വളരെ തിരക്കി പിടിച്ച് പിന്നെയും കണ്ടുമുട്ടി. കുറച്ചു വർഷക്കാലമായിട്ട് ബന്ധമൊന്നും ഇല്ലാതെ അദ്ദേഹം മറ്റ് ഡിസ്ട്രിക്റ്റുകളിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി. ഞാൻ ലക്നൌവിലേക്ക് പോയിരുന്നു. എന്നാൽ ലക്നൌവിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് എവിടെയോ അറിവ് കിട്ടി ഞാൻ ലക്നൌവിലുണ്ടെന്ന്. അങ്ങനെ അദ്ദേഹം തിരക്കി പിടിച്ച് കണ്ടുപിടിച്ചു. പിന്നെയും ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ആരംഭിക്കുവാനും കർത്താവിന്റെ കുറിച്ച് വീണ്ടും പറയുവാനും ആ കുറച്ചു വർഷത്തെ ഗ്യാപ്പ് ആത്മീയത്തിൽ വളരെ വിള്ളലുകൾ ഉണ്ടാക്കി. അദ്ദേഹത്തിന് ആരും തന്നെ ഒരു ആത്മീയ ഉത്തേജനം കൊടുക്കുവാൻ ഇല്ലാഞ്ഞതുകൊണ്ട് വീണ്ടും അതൊരു ആരംഭമായി വീണ്ടും ഞങ്ങളുടെ കണ്ടുമുട്ടലുണ്ടായി. അതിനുശേഷം ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം റിട്ടയർഡായി. അദ്ദേഹം നോയിഡയിലേക്ക് താമസം മാറി. എന്നാൽ ലക്നൌവിലും അദ്ദേഹത്തിന് വീടുണ്ട്. ലക്നൌവിലെ ലാസ്റ്റ് പോസ്റ്റിംഗ് ആയതുകൊണ്ട് എപ്പോഴും എല്ലാ മാസവും വരുമ്പോഴൊക്കെയും ഭവനത്തിൽ വരും. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ജെയിംസ് പാസ്റ്ററെ, ഈ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ഈ കർത്താവിനെ എനിക്ക് അധികമായിട്ട് അറിയുവാനും ചേർന്ന് നിൽക്കുവാനും ആഗ്രഹിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വിദ്യാഭ്യാസമുള്ള IPS ഓഫീസർ ഇത്രയും ഉന്നത പദവിയിൽ ഇരുന്നിട്ട് ഇല്ലെങ്കിൽ ഈ കർത്താവിനെ, അന്നാണ് എനിക്ക് മനസ്സിലായത് ലോകത്തിൽ ഏതവനും കർത്താവിനെ ആവശ്യമാണ്. അത് ചെറിയവനെന്നോ വലിയവനെന്നോ ഇല്ല. ദൈവത്തിന് എല്ലാവർക്കും ദൈവത്തെ ആവശ്യമാണ്, ദൈവത്തിനും ആവശ്യമാണ്. അങ്ങനെ അദ്ദേഹം ലക്നൌയിലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ തക്കോണം ഇടയായി തന്നു. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ബട്ടട്ട് എന്ന വില്ലേജില് സുവിശേഷ വിരോധികൾ ഒന്ന് എഴുന്നേറ്റപ്പോൾ അതിന്റെ പരിണിതമായ ഫലം അനുഭവിക്കുവാൻ ഇടയായത് ഒരു വലിയ പോലീസ് ഓഫീസർ കർത്താവിനെ സ്വീകരിക്കുകയും കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ ദൈവം അതിനിടയാക്കുകയും ചെയ്തു എന്നുള്ളൊരു വലിയ കാര്യം ദൈവം നമുക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. അങ്ങനെ ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ തന്റെ മക്കളോടുകൂടെ ആയിരിക്കുന്നു. അദ്ദേഹത്തിന് 5 മക്കളുണ്ട്. അവനെ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിന്റെ വചനം പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ വിജേന്ദർ സിംഗ് എന്നാണ്. അദ്ദേഹത്തെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ വീണ്ടും ലക്നൌവിലേക്ക് കടന്നു വന്നു. അടുത്ത എന്റെ ട്രാൻസ്ഫർ ലക്നൌവിലേക്കായിരുന്നു. കാരണം UPയുടെ തലസ്ഥാനമാണല്ലോ ലക്നൗ. അവിടെ നിന്ന് കൂടുതൽ വേല വ്യാപിപ്പിക്കാം എന്നുള്ള ആഗ്രഹത്തില് ഗോസ്പൽ ഫോർ ഏഷ്യ എന്നെ ലക്നൌവിലേക്ക് ട്രാൻസ്ഫർ ആക്കി. ഇവിടെ ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. എന്നാൽ ഇവിടെയും പ്രതികൂലങ്ങൾ വളരെ ധാരാളം ഉണ്ടായി. ഞങ്ങൾക്ക് അന്ന് ബൈബിൾ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം അന്നെല്ലാം വാടകയ്ക്കാണ് ബിൽഡിങ്ങുകൾ എടുത്ത് സുവിശേഷ കുഞ്ഞുങ്ങളെ അക്കോമഡേറ്റ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആൺപിള്ളാർക്ക് വേറെയും പെൺപിള്ളാർക്ക് വേറെയുമായിട്ട് ഏകദേശം 50 വിദ്യാർത്ഥികൾ ഒരു വർഷം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ആൺപിള്ളാര് താമസിപ്പിച്ചിരുന്ന ആ ബിൽഡിങ്ങിന്റെ അയൽവക്കത്തുള്ള ഒരു ആള് ഞങ്ങൾക്കെതിരായിട്ട് കംപ്ലൈന്റ് ചെയ്തു. ഇവിടെ ടെററിസ്റ്റ് ട്രെയിനിങ് നടക്കുന്നു, 10-25 ചെറുപ്പക്കാരെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നു, അവർ പുറത്തോട്ടെങ്ങും കാണുന്നില്ല, രാവിലെയും വൈകിട്ട് ഓരോ പാട്ട് കേൾക്കാം, അതിനുശേഷം അവരെന്താണ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. പെട്ടെന്ന് തന്നെ ഇത് വെരിഫൈ ചെയ്യണം, ഇത് സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു. അന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു. ഒരു പോലീസ് വന്നു, 2 പോലീസ് വന്നു. അന്നത്തേക്കിന് ഈ വിദ്യാർത്ഥികളെയും കൊണ്ട് ഞാൻ ഔട്ട്റീച്ചിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഗ്രാമങ്ങളിൽ പോയിരിക്കുന്ന സമയത്ത് 2 വിദ്യാർത്ഥികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരോട് പോലീസ് പറഞ്ഞു, നിങ്ങളുടെ ഇൻചാർജ് വരുമ്പോഴത്തേക്കിന് പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറയാം, ഇന്നപോലൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്നേ ദിവസം തന്നെ നമ്മുടെ ഗേൾസ് ട്രെയിനിങ് സെന്ററില് ഗ്യാസിന് എങ്ങനെയോ അബദ്ധത്തിൽ തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു വലിയ വിഷയമായി. ഫയർഫോഴ്സിനെ വിളിക്കുകയുണ്ടായി. പെട്ടെന്ന് തന്നെ ഞങ്ങള് ഔട്ട്റീച്ച് ചെയ്ത് നിർത്തിയിട്ട് ഫോൺ വന്ന പ്രകാരം ഗേൾസ് ട്രെയിനിങ് സെന്ററിലേക്ക് പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 10,000 പേര് ചുറ്റുപുറത്ത് നിന്നുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ തീ പിടിക്കുന്നത്, അതും ഒരു റെന്റഡ് ബിൽഡിംഗ് ആണ്, തീ പിടിക്കുന്നത് കാണാൻ വേണ്ടി 10,000 പേര് ഇങ്ങനെ കൂടി നിൽക്കുക. അതിന്റെ ഇടയിലേക്കാണ് ചെല്ലുന്നത്. അന്നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഫയർഫോഴ്സിനെ വിളിച്ചു. അവര് പെട്ടെന്ന് തന്നെ വരികയുണ്ടായി.
എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, അവർ വന്ന് ആ ഗ്യാസ് അണയ്ക്കുകയുണ്ടായി. ഒരു അപകടവും കൂടാതെ രക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ അവര് പോലീസുകാർ വന്നു, ഫയർഫോഴ്സുകാർ വന്നു. ഉടനെ അടുത്ത ഒരു സെർച്ചായി. ഇങ്ങനെ 10-25 പെൺപിള്ളേർ ഇവിടെ താമസിച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത്, അതിന്റെ ഇൻഫർമേഷൻ എടുക്കുക, ആരാണിത് പെർമിഷൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നാട്ടുകാരായിരുന്നവര് കുറച്ചുപേര് കൂടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കറിയാവുന്നതാണ്, നല്ല ആൾക്കാരാണ്, ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ പ്രാർത്ഥനയാണ് നടക്കുന്നത്, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങൾ കേൾക്കുന്നതാണ്, ഞങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് അവര് സാക്ഷ്യപ്പെടുത്തിയത് കൊണ്ട് അന്ന് ആ പോലീസും ഫയർഫോഴ്സും എല്ലാം മടങ്ങിപ്പോയി. എന്നാൽ ആ ഒരു തിരക്ക് കാരണമായിട്ട് ബോയ്സ് ട്രെയിനിങ് സെന്ററിൽ പോലീസ് വന്ന കാര്യം പറയുവാനായിട്ട് ആ വിദ്യാർത്ഥികളും മറന്നുപോയി, ഞങ്ങളോടും പറഞ്ഞില്ല. അതുകൊണ്ട് രാത്രി ഒരു 11 മണി ആയപ്പോഴത്തേക്ക് ഒരിക്കലും ഒരിടത്തും നടക്കാത്തതുപോലെ ഒരു വലിയ വണ്ടി നിറച്ച് പോലീസ് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെയും നമ്മുടെ വാർഡനെയും എടുത്തിട്ടങ്ങ് അടിച്ചു. ശരിക്ക് അവരെ അടിച്ചു. എന്നിട്ട് അവരുടെ ട്രെയിനിങ് സെന്ററിൽ ഉണ്ടായിരുന്ന വാർഡന്റെ ഫോണ്, ട്രെയിനിങ് സെന്ററിന് വേണ്ടി ഉണ്ടായിരുന്ന ഫോണ്, അങ്ങനെ അവിടെ ആരുടെ കയ്യിൽ ഫോണുണ്ടോ അതെല്ലാം മേടിച്ചുകൊണ്ട് അവരങ്ങ് പോലീസ് സ്റ്റേഷനിൽ പോയി. അവർ പറഞ്ഞു, നിങ്ങളുടെ ഇൻചാർജ് വന്ന് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ തരാതെ ഇനി ഒരുത്തനും ഇവിടുന്ന് പുറത്തിറങ്ങത്തില്ല, കേസ് ചാർജ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് അവര് ത്രിട്ടൺ ചെയ്തിട്ട് പോയി രാത്രി 11 മണിക്ക്. ആ വാർഡൻ രാത്രി അവര് പോയതിനു ശേഷം 12-1 മണി ആയപ്പോൾ എന്റെ ഭവനത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്ന വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അടി കൊണ്ട് വളരെ വേദനയോടുകൂടി, വളരെ ദുഃഖത്തോടുകൂടി ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഇരുത്തി കാപ്പിയൊക്കെ കൊടുത്തു. അന്ന് രാത്രി തന്നെ ഞാൻ ബൈബിൾ സ്കൂളിലേക്ക് കടന്നുപോയി, പിള്ളേരെ കണ്ടു, സംസാരിച്ചു. കുഴപ്പമില്ല, ഇത് സുവിശേഷ വേലയുടെ ഭാഗമാണ്. ഇങ്ങനെയുള്ള പല അടികളും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെയും നമുക്ക് സഹിക്കേണ്ടതാണ്, സാരമില്ല, നമുക്കൊന്നിച്ച് നേരിടാമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം സൺഡേ ആണ്. സൺഡേ ആയപ്പോൾ അന്ന് 11 മണിക്കാണ് സമയം തന്നിരിക്കുന്നത്. ആ ഇൻസ്പെക്ടർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വരാൻ. ഞാൻ എൻ്റെ സഭയിൽ നിന്ന് 5 എൽഡേഴ്സിനെ, നല്ല പഠിത്തമുള്ള ചില പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു, ചില ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നല്ല ചില സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ദൈവമക്കള് ലോക്കലായിട്ടുണ്ട്. അവരെ ഒരു 5 പേരെ കൂട്ടിക്കൊണ്ട് ഞാനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ആരാധന മറ്റൊരാളുടെ ഏൽപ്പിച്ചിട്ട് ആരാധനയുടെ ഇടയ്ക്ക് നിന്ന് ഇറങ്ങി ഞങ്ങള് 5 പേര് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയുണ്ടായി. ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പോലീസ് ഓഫീസർ, ഒരു മിശ്ര എന്ന് പറയുന്ന ഒരു അജാനബാഹുവായ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം ഈ ഞങ്ങൾ 6 പേര് നിൽക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങളോട് ചോദിച്ചു, ഇതിൽ ലീഡർ ആരാണ്? അപ്പൊ ഞാൻ മുന്നോട്ട് എന്ന് പറഞ്ഞു, ഞാനാണ് ലീഡർ. പിന്നെ മറ്റുള്ളവരാരാണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ ചർച്ചിലെ എൽഡേഴ്സ് ആണ്. ഞങ്ങൾക്ക് വേണ്ടത് ലീഡറിനെ മാത്രമാണ്, മറ്റാരും ഇവിടെ നിൽക്കാൻ പാടില്ല. അവര് പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ഇട്ടിട്ട് പോകത്തില്ല. അദ്ദേഹം വളരെ ഉച്ചത്തിൽ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു, ഒരൊറ്റ ഒരുത്തിനെ ഇവിടെ കണ്ടേക്കരുത്, ഒരാളെ മാത്രം മതിയെന്നല്ലേ പറഞ്ഞത്. അവരെ നിർബന്ധിച്ച് അവരെ മടക്കി വിട്ടു. എന്നെ ഒരു ഇരുട്ടുമുറിയിലേക്ക്, ഒരു ചെറിയ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹം എന്നെ വളരെ അധികമായി സംസാരിക്കുകയുണ്ടായി. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആരാണ് പെർമിഷൻ തന്നിരിക്കുന്നത്? ലൈസൻസ് എവിടാണ്? ഇത്രയും പിള്ളേരെ ഇവിടെ എന്ത് ട്രെയിനിങ് ആണ് കൊടുത്തിരിക്കുന്നത്? അതിലൊക്കെ കാര്യം കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അദ്ദേഹം തുടർമാനമായിട്ട് വളരെ ചീത്തയോടുകൂടി എന്നോട് വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അതിനുശേഷം ഒരു 15-20 മിനിറ്റിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൂടെ ഒന്ന് സംസാരിക്കാൻ അവസരം തരൂ. അദ്ദേഹം പറഞ്ഞു, നീ എന്നോടല്ല സംസാരിക്കേണ്ടത്, നീ ലോകത്തോട് സംസാരിക്കേ. ഞാൻ കുറച്ച് പത്രക്കാരെ എനിക്കറിയാം, അവരെ ഞാൻ വിളിക്കാം, ടിവിക്കാരെ വിളിക്കാം, അവര് വന്ന് റെക്കോർഡൂടെ ചെയ്യട്ടെ, ലോകം അറിയട്ടെ നീ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇരുട്ടുമുറിയിൽ ഒരു 3 മണിക്കൂറോളം എന്നെ ഇരുത്തി. വരുന്നവരെല്ലാം ഓരോ ചോദ്യങ്ങൾ കൊണ്ട് മറുപടി പറയാൻ അവസരം തരാതെ ചോദ്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് ഇങ്ങനെ വളരെ വിഷമത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് ഒരു 3 മണിക്കൂറിന് ശേഷം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പത്രാധിപൻ അവിടേക്ക് കടന്നു വന്നിട്ട് ഈ പോലീസുകാരൻ പറഞ്ഞു, അദ്ദേഹത്തോട് വിവരിച്ചു, ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, ഇവനെതിരായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ പത്രത്തിൽ എഴുതണം, അതാണ് എന്നുള്ള ഒരു വലിയ ക്ലാസ്സുകളൊക്കെ എടുത്തതിന് ശേഷം
എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കൂട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, ഞാൻ ഇന്ന ആളാണ്, എന്നെ നിങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വരൂ, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു എന്നെ ആ ഇരുട്ട് മുറിയിൽ നിന്ന് മാറ്റി ഒരു വലിയ റൂമിലേക്ക് കൊണ്ടുവന്നു ഇരുത്തി. ആദ്യം എനിക്ക് അദ്ദേഹം ചായ മേടിച്ചു തന്നു. കാരണം സംസാരിക്കുവാനുള്ള, കാരണം 3 മണിക്കൂറായിട്ട് വളരെ പ്രയാസത്തിലും ആ ഇരുട്ടുമുറിയിലുമായിരുന്നത് കൊണ്ട് വളരെ ഒരു വലിയ സങ്കോചത്തിലായിരുന്നു. എന്നാൽ അദ്ദേഹം വളരെ സ്നേഹത്തോട് സംസാരിച്ചു. അന്ന് ഞാൻ ആ സുവിശേഷ വിരോധികളോട് ഗോരഖ്പൂരിൽ സംസാരിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തോടും സുവിശേഷത്തോടു കൂടി ഞാൻ എൻ്റെ കാര്യങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കി. അന്ന് ഒരു ദൈവത്തിന്റെ വലിയ ഒരു കൃപ എനിക്കുണ്ടായതുകൊണ്ട് ഈ സുവിശേഷ വേലയെക്കുറിച്ചും കർത്താവിനെ കുറിച്ചും ഇങ്ങനെയുള്ളവരോട് പറയുവാൻ, കർത്താവിന്റെ വചനം പറയുന്നത് പോലെ നിങ്ങൾ എന്ത് പറയേണ്ടു എന്ന് നിങ്ങൾ മുമ്പേ ചിന്തിച്ചു വെക്കണ്ട, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അതേ സമയം തരും. അങ്ങനെ തരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തോട് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ ദൈവം വ്യത്യസ്തപ്പെടുത്തി. അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പോലീസ് ഓഫീസറിന്റെ ഓഫീസിലേക്ക് കടന്നു പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു വലിയ തെറ്റ് ചെയ്തതായിട്ട് ഇത്രയും നേരം സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങള് അയൽവക്കക്കാരുടെ കംപ്ലൈന്റോ പൈസയോ മേടിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ടാക്കി ഇദ്ദേഹത്തിനെതിരായിട്ട് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നല്ലത് ഇദ്ദേഹത്തെ റിലീസ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾക്ക് എഴുതേണ്ടി വരും. അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കാൻ, നിങ്ങൾക്ക് അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആ പോലീസ് ഓഫീസർ ആകപ്പാടെ ഒരു അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു മറുപടിയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചതെങ്കിൽ ദൈവം ആ ആലോചനയെ തിരുത്തിക്കൊണ്ട് ദൈവം തൻ്റെ മക്കൾക്ക് നല്ലൊരു ആലോചനയെ കൊണ്ടുവരുവാൻ തക്കോണം ഇടയാക്കി തീർത്തു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇന്ന കാരണത്താലാണ് ഞാന് നിങ്ങൾക്കെതിരായിട്ട് കേസ് എടുത്തത്, അതുകൊണ്ട് നിന്നെ വിട്ടയക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, ആ കംപ്ലൈന്റ് ചെയ്ത അയൽവക്കക്കാരൻ വലിയ പിടിപാടുള്ള, മന്ത്രിതലത്തിൽ പിടിപാടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ആക്ഷൻ എടുത്തേ പറ്റുകയുള്ളൂ. ഒരു കാര്യം ചെയ്യുക, ഇന്ന് തന്നെ ആ കുട്ടികളെ അവിടുന്ന് മാറ്റണം, ആ വീട് ഒഴിയണം. അന്ന് ഏകദേശം 3 മണിയായ സമയത്ത് എന്നോട് പറയുകയാണ് വീട് ഒഴിയണമെന്ന് പറഞ്ഞു. ഈ 25 വിദ്യാർത്ഥികളെയും കൊണ്ട് അതിനുള്ള ഫർണിച്ചറും സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്തെടുത്തുകൊണ്ട് എവിടെ പോകും? ഈ വീട് എടുക്കുന്നതിന് മുമ്പ്, അതിനു മുമ്പ് ഒരു വലിയ വീട്, ഒരു വലിയ കെട്ടിടം പോയി ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് റെന്റഡ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അത്രയും പൈസ ഇല്ല, അതുകൊണ്ട് ആ ബിൽഡിംഗ് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ പോരുന്നതാണ്. അദ്ദേഹം ഡിമാൻഡ് ചെയ്തത് 50,000 രൂപയാണ് ഒരു മാസത്തിന്. ആ ബിൽഡിങ്ങിന് 50,000, 25 പിള്ളേരെ താമസിപ്പിക്കാന് 50,000 രൂപ ഉണ്ടെന്നു. ഞങ്ങൾ പറഞ്ഞു മാക്സിമം 20,000 രൂപ ഞങ്ങൾ വാടക തരാം, അതിൽ കൂടുതൽ തരാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും തരാൻ പറ്റത്തില്ല, 50-ൽ നിന്ന് 45 ആയാൽ പോലും നിങ്ങൾക്ക് ഈ വീട് ഞങ്ങൾ തരത്തില്ല എന്ന് പറഞ്ഞു. കാരണം പ്രൈം ലൊക്കേഷനിൽ, റോഡിന്റെ റായ്ബറേലി റോഡിന്റെ ഹൈവേയുടെ അടുത്തുള്ള ബിൽഡിംഗ് ആണ്. അപ്പോൾ ഞാൻ നിരാശയോടുകൂടിയാണ് ഈ വീട് പോയി ഒരു കോളനിക്കകത്ത് എടുത്തത്. പക്ഷെ ആ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ആദ്യം കണ്ട ആ വലിയ ബിൽഡിംഗുകാരന്റെ അടുത്തേക്ക് തന്നെ പോകും, അവിടെ പോയി സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് പോയത്. അദ്ദേഹത്തിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു ലാലയാണ്, ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ആ ബിൽഡിംഗ് വേണം. അപ്പൊ അദ്ദേഹം എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്റെ ഡിമാൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ ഡിമാൻഡ് മാറ്റിയോ? നിങ്ങൾക്ക് പൈസ കിട്ടിയോ? ഞാൻ പറഞ്ഞു, അങ്ങയുടെ ഡിമാൻഡ് എനിക്കറിയാം, എൻ്റെ കയ്യിലുള്ള പൈസ ഇപ്പോഴും അത് തന്നെയാണ്, അതിൽ കൂടുതൽ 1 രൂപ പോലും എൻ്റെ കയ്യിൽ തരാനില്ല, എന്നാൽ ഞങ്ങൾക്ക് ആ ബിൽഡിംഗ് വേണം. അദ്ദേഹം ഒന്നും പറയാതെ അകത്തേക്ക് പോയി ആ താക്കോലിന്റെ മുഴുവൻ താക്കോലും എടുത്തുകൊണ്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് താല്പര്യം പോലെ ആയിക്കോട്ടെ, ഈ ബിൽഡിംഗ് നിങ്ങൾക്ക് തരാനായിട്ടാണ് ഇതുവരെ മറ്റാരും വരാതെയും പലയിടത്തും അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടും ആരും പോലും ചോദിക്കാതെ ഇരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് ആ താക്കോൽ കൂട്ടം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായി. ദൈവത്തിന്റെ
വലിയ അത്ഭുതങ്ങൾ അങ്ങനെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായി തീർന്നു. അന്ന് രാത്രി 11 മണിയോടുകൂടെ തന്നെ ആ വിദ്യാർത്ഥികളെയും സാധനങ്ങളും എല്ലാം ഷിഫ്റ്റ് ചെയ്ത് ആ ബിൽഡിങ്ങിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള ബിൽഡിങ്ങിലേക്ക് മാറി അവിടെ ആരാധന ആരംഭിക്കുവാനും അവിടെ ബൈബിൾ സ്കൂൾ തുടങ്ങുവാനും അവിടെ സ്മൂത്തായിട്ട് കർത്താവിന്റെ വേല അവിടുന്ന് വിടുന്നത് വരെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു വലിയ നിര തന്നെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലക്നൌയുടെ പട്ടണത്തില് ഫുള്ളി ഹിന്ദിക്കാരായിട്ടുള്ള മക്കളുടെ ഇടയിലാണ്. ഞങ്ങൾക്ക് ആരും തന്നെ മലയാളികളായിട്ടില്ല. ഒരു ഏകദേശം 80-90 പേര് എല്ലാ ആഴ്ചയിലും ആരാധനയ്ക്കായി കടന്നു വരുന്നു. ഇപ്പോഴുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്കറിയാമല്ലോ. വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അനേക സഭകൾ അടച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ എൻ്റെ ഒരു കൂട്ടു സഹോദരൻ നേപ്പാൾ ബോർഡറിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഗോംതി പ്രസാദ് യാദവ് എന്ന് പറയുന്ന ഒരു സഹോദരൻ. അദ്ദേഹത്തെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ്. പ്രായം എന്നേക്കാളുണ്ട്. 60 വയസ്സിന് മേളിലുള്ള ദൈവദാസനാണ്. ഇന്നലെ മുതൽ അദ്ദേഹത്തെ ജയിലിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഓരോ സഭകൾ ഓരോ ആഴ്ച അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു യുടെ സുവിശേഷ വിരോധനത്തിന് വളരെ ചലഞ്ചേറിയ ഒരു സ്ഥലത്താണ് ഞങ്ങൾ വേല ചെയ്യുന്നത്. എന്നാൽ ഈ പ്രതികൂലങ്ങളുടെ നടുവിലും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ആഗ്രഹവും ഞങ്ങൾ ഉറച്ചിരിക്കുന്നതും ഈ ഭൂമിയിൽ ഈ ഉത്തര ഭാരതത്തിൽ തന്നെ ഞങ്ങളുടെ വേല തികയ്ക്കണം, ഇവിടെ തന്നെ കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ്. ആകയാൽ ഇനിയുള്ള കാരണം 2 പ്രാവശ്യം ദൈവം എനിക്ക് കൺഫർമേഷൻ തന്നതാണ് എൻ്റെ വേല നോർത്ത് ഇന്ത്യയിലേക്കുള്ളതാണെന്ന്. ഇനി ഒരു 3ാമത്തെ പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തിനും അതിൻ്റെ സർവ്വസമ്മതത്തോടും കൂടെ ഈ വേല ഈ ഉത്തര ഭാരതത്തിൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷ വിരോധവും മതപരിവർത്തന ബില്ല് ഏറ്റവും കാഠിന്യമേറിയതുമായ സ്റ്റേറ്റ് UP ആണ്. അനേകര് ഈ പോർക്കളം വിട്ട് മടങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. ചലഞ്ചുകൾ വളരെയാണ്. ഞാൻ ആരെയും കുറ്റം പറയാനല്ല. കാരണം ഒരിക്കലും ഒരു ഇതിലും നിൽക്കാൻ വഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് അനേക ദൈവദാസന്മാര് ഈ പോർക്കളത്തെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള എനിക്ക് വേണ്ടി മാത്രമല്ല, UPയിലുള്ള എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കണം. കാരണം ഒരു ജീവമരണ പോരാട്ടത്തിലാണ് ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ. ഞാൻ മാത്രമല്ല, അനേക ദൈവദാസന്മാരുണ്ട്. കേരളത്തിൽ നിന്നുള്ള ദൈവദാസന്മാരുണ്ട്. നിങ്ങൾക്കറിയാം, ഒത്തിരി പേര് ജയിലിലായിട്ടുണ്ട്. ഇപ്പോഴും ഏകദേശം 60 പേര് കർത്താവിന്റെ നാമത്തിൽ ജയിലിലാണ്. കഴിഞ്ഞ ആഴ്ച ബസ്തിയിൽ നിന്ന് 4 പേരെ ജയിലിലേക്ക് അയച്ചു. അതിൽ ഒരു സഹോദരിയുമുണ്ട്. 2 പേരെ അടിച്ച് തല പൊട്ടിച്ച് ആശുപത്രിയിൽ ഇപ്പോഴും ആയിരിക്കും. ചലഞ്ചുകൾ ഏറെയുണ്ട്. എന്നാൽ അതിൽ നിലനിർത്തുന്ന ദൈവം, ഒരു വലിയ ദൈവം എനിക്കും നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അവൻ സൂക്ഷിക്കും, നടത്തും എന്ന് ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ആ ക്രിസ്തുവിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തുകൊണ്ട് ഈ വേല അധികം മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂടിവരവെല്ലാം പുതിയതായി കർത്താവിലേക്ക് വന്ന ദൈവമക്കളാണ്. എല്ലാവരും മറ്റ് ഇടങ്ങളിൽ നിന്ന് വന്നവരാണ്. അവർക്ക് വേണ്ടി, അവരുടെ വിശ്വാസ ജീവിതത്തിന് വേണ്ടി, ഞങ്ങളുടെ വിശ്വാസികളിൽ അനേകരും പ്രതികൂലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പല ചലഞ്ചസുകളുണ്ട്. അതൊന്നും പറയാൻ അധികം സമയമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഒറ്റ വാക്ക്, നിങ്ങൾ UPക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കണം. UPയിലെ ദൈവദാസന്മാർക്ക് വേണ്ടിയും ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് വരെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആരോട് പറഞ്ഞാലും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ UPയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ എന്നോട് ആദ്യം പറയുന്ന വാക്ക്, ദൈവദാസനെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുവെന്ന്. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവല്ല. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമായിട്ടില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ, മുമ്പ് പാവങ്ങളും
പട്ടിണിക്കാരും രോഗികളുമായിരുന്നവരാണ് കർത്താവിനെ തിരഞ്ഞു വന്നിരുന്നെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരും പഠിത്തമുള്ളവരും വാസ്തവമായി കർത്താവിനെ അറിയാൻ വേണ്ടി വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള അനേക ചെറുപ്പക്കാരുടെ സാക്ഷ്യവും ഞങ്ങളുടെ സഭയിലുണ്ട്. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അരോമ ടിവിയോട് ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും എൻ്റെ സ്നേഹവന്ദനം. തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, നമുക്കൊന്നിച്ച് ഈ വേദിയിൽ മുന്നേറാം. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ നല്ല സമയത്തിനു വേണ്ടി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ അരോമ ടിവിയിലൂടെ കർത്താവെ എൻ്റെ സാക്ഷ്യത്തെ അറിയിക്കുവാൻ തക്കോണം ദൈവം ഒരവസരത്തെ ഒരുക്കി തന്നു. ഈ സാക്ഷ്യത്തെ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറട്ടെ. കർത്താവ് അടിയിൽ തന്ന എല്ലാ അനുഗ്രഹത്തിനു വേണ്ടി സ്തോത്രം. അരോമ ടിവിയെയും അതിന്റെ നടത്തിപ്പുകാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മാനവും മഹത്വവും അങ്ങയ്ക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് സാമുവേൽ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ ഇടപെടലുകളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. ദൈവവൃത്തിനോട് കുടുംബ അംഗങ്ങളോടുള്ളതായ അഗൈതമായ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ കർത്താവ് കൃപയാൽ അവസരം ഒരുക്കി. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവ വചനം പഠിക്കുവാൻ, അപ്പോൾ തന്നെ ഒരു മിഷണറി സന്ദേശം ഹൃദയത്തെ സ്വാധീനിക്കുവാനും മിഷണറി ചലഞ്ച് ഏറ്റെടുക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ പഞ്ചാബിലേക്കും നോർത്ത് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലേക്കും സുവിശേഷ ദൗത്യവുമായിട്ട് യാത്ര പുറപ്പെടുവാൻ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ളതായ ഒരു യാത്ര ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. 4 ദിവസത്തെ യാത്ര ഒരു 3 മണിക്കൂർ കൊണ്ട് തീരുമെന്നുള്ള വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇറങ്ങിപ്പുറപ്പെട്ടത്. ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ലാത്ത വ്യക്തി ആദ്യം ആ ഒരു അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെയും ഒരുപാട് അങ്ങനെയുള്ള ഓർമ്മകൾ ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു. ട്രെയിൻ കണ്ടിട്ടില്ല, നോർത്ത് ഇന്ത്യ എവിടെയാണെന്ന് അറിയത്തില്ല, ഒന്നും അറിയാത്ത സമയത്ത് സാഹചര്യത്തിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരുപാട് യൗവനക്കാർ ഉണ്ടായിരുന്ന ഒരു കാലം. എന്നാൽ ഇന്ന് അതൊക്കെ ഒരു പഴങ്കഥയായി മാറി. ദൈവഭൃത്യൻ്റെ ജീവിതത്തിലെ ആ അനുഭവങ്ങളൊക്കെ ഒരു ഒത്തിരി ഹൃദയത്തെ സ്പർശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തികച്ചും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സഹായത്താലും നയിക്കപ്പെട്ട ഒരു യാത്രയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. പോയിടത്തൊക്കെയും കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളുവാൻ, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയൊക്കെ ഭംഗിയായി നിർവഹിക്കുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. അത് മുഖാന്തരം അനേക പ്രിയപ്പെട്ടവർ ഇന്ന് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിരിക്കുന്നു എന്നറിയുവാനും കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിനൊക്കെ വലിയൊരു പ്രതിഫലം സ്വർഗത്തിലെ ദൈവം ഇഹത്തിലും പരത്തിലും കരുതിയിട്ടുണ്ട്. അത് പ്രായപ്പാനായ ദൈവവൃത്തിനെയും കർത്താവ് പിന്നെ സഹായിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഏറെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിശേഷാൽ പ്രാർത്ഥന നടന്നു വരുന്നു. സാക്ഷ്യം പറഞ്ഞ പല പ്രിയപ്പെട്ടവരും ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ:
രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com